ദൈവം തന്ന സന്ദേശത്തിലേക്ക് വളരെ ഗൗരവത്തോടെയും പ്രാർത്ഥനയോടെയും എന്നെ തന്നെ ദൈവകരങ്ങളിൽ വളരെ ഹമ്പിളായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് താഴ്മയോടെയും ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു. രൂപാന്തരപ്പെടുത്തുന്ന വെളിപ്പാട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15, 16, 17, 18, 19 വാക്യങ്ങൾ ഈ തരുണത്തിൽ വായിക്കുന്നു. ആ സംഭവം ആരംഭിക്കുന്നത് 13 മുതലുള്ള വചനങ്ങളിലാണ്. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്തിരിക്കുമ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ, ഒരു കോൺവെർസേഷന്റെ ഉത്തരമായി പത്രോസ് പറഞ്ഞ മറുപടിയുടെ പ്രതിഫലനമായി യേശു കൊടുത്ത അതിശക്തമേറിയ ഒരു സന്ദേശമാണ് ഈ വചനഭാഗം. വായിക്കാം ആ ഭാഗം. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോനായ ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. യേശു കർത്താവ് ഫിലിപ്പിന്റെ കൈസറുടെ പ്രദേശത്തിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു. വാക്യം 13, 14, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്താണ് ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശം? തികച്ചും അനാത്മീയരുടെ സ്ഥലം, തികച്ചും അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു കൂട്ടമുള്ള സ്ഥലം, അനേക ദേവന്മാരുടെ ചിത്രങ്ങൾ കല്ലുകൾക്കകത്ത് കൊത്തുപണി ചെയ്ത് നിരത്തി പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്ഥലം, അനേക അന്യദേവന്മാരെ ആരാധിക്കുന്ന പല വിശ്വാസങ്ങളുള്ള സ്ഥലം. ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഈ ചോദ്യം യേശു കർത്താവ് ഉന്നയിക്കുകയാണ്. ഒരുപാട് പേരെ കുറിച്ച് നിങ്ങൾ കേട്ടുവല്ലോ, ഒരുപാട് വ്യക്തിത്വങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടുവല്ലോ, ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? ഒത്തിരി അഭിപ്രായങ്ങൾ പറയുന്നവരോട്, ഒത്തിരി അനുഭവങ്ങൾ പങ്കുവെക്കുന്നവരോട് യേശു ചോദിക്കുന്നു, കഴിഞ്ഞ കുറെ നാളുകളായി നിങ്ങളുടെ ഇടയിൽ നടന്നും സഞ്ചരിച്ചും പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും അന്ധന്മാരുടെ കണ്ണു തുറന്ന, ചെകിടന്മാരുടെ ചെവിയെ കേൾപ്പിച്ച, ഊമരെ സംസാരിപ്പിച്ച, മരിച്ചവരെ ഉയർപ്പിച്ച, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ, മുടന്തരെ നടത്തിയ, കടലിന്റെ മുകളിലൂടെ പാദങ്ങളൂന്നി നടന്ന, നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദൃശ്യമായ ആ മേഖലകളിൽ, അദൃശ്യ മണ്ഡലത്തിൽ നടക്കേണ്ട പകലും ദൃശ്യമായ മേഖലകളിൽ വെളിപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ച എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഹല്ലേലൂയ. നാട്ടുകാരോടല്ല ഈ ചോദ്യം. കാരണം നാട്ടുകാർക്ക് പല അഭിപ്രായമാണ്. ചിലർ ഏലിയാവെന്നും, ചിലർ ഇരമിയാവെന്നും, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും. അങ്ങനെയാണ് പലരും പലതും പറയട്ടെ. ചിലർ ചിലത് പറയട്ടെ. പക്ഷെ നിനക്ക് എന്താണ് പറയാനുള്ളത്? പലരും പലതും പറയട്ടെ, ചിലർ ചിലത് പറയട്ടെ. നിനക്ക് എന്താണ് പറയാനുള്ളത്? ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് കൂടെ നടക്കുന്നവരെ നോക്കി, ഒട്ടി ഉരുമി നിൽക്കുന്നവരെ നോക്കി, ഒപ്പം നിൽക്കുന്നവരെ നോക്കി, സഹയാത്രികരെ നോക്കി, വിളിക്കപ്പെട്ടവനെ നോക്കി സ്വർഗം ചോദിക്കുന്നു, നിനക്കെന്താണ് പറയാനുള്ളത്? പത്രോസ് മാത്രം പ്രതികരിക്കാൻ തുടങ്ങുന്നു. പലപ്പോഴും പലതിലും പ്രതികരിക്കുന്നവർ അപകടത്തിലാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ദൈവപുത്രന്റെ ശുശ്രൂഷയെ കുറിച്ചോ, ജീവനുള്ള ദൈവത്തിനു വേണ്ടിയോ നിന്റെ നാവ് നീ അനക്കിയിട്ടുണ്ടെങ്കിൽ, ആര് നിനക്ക് വിരോധമായി എഴുന്നേറ്റാലും സ്വർഗം നിന്നെ ഏൽപ്പിക്കുന്ന ചില താക്കോലുകൾ കൊണ്ട് നിന്റെ ശുശ്രൂഷയും ജീവിതവും ഒരു അത്ഭുതമായി തീരും. പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. എന്തുകൊണ്ടാ പത്രോസേ നീ ദൈവമെന്ന് പറയാഞ്ഞത്? യേശു ദൈവമെന്ന് മാത്രം നീ പറയാഞ്ഞത്? എന്തുകൊണ്ടാ പത്രോസേ യേശു ദൈവപുത്രനെന്ന് മാത്രം നീ പറയാഞ്ഞത്? എന്തിനാണ് അതിനകത്ത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞത്? കാരണം ആ സിറ്റുവേഷൻ അതാണ്, ആ സാഹചര്യം അതാണ്, ആ പ്രദേശം അതാണ്. ഹല്ലേലൂയ.
കണ്ണുണ്ടായിട്ടും കാണാത്ത, ചെവി ഉണ്ടായിട്ടും കേൾക്കാത്ത, മൂക്കുണ്ടായിട്ടും മണക്കാത്ത, നാവുണ്ടായിട്ടും സംസാരിക്കാത്ത ഒരുപാട് പേരുടെ പേരിൽ പലരും ഇറങ്ങി തിരിച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക പ്രദേശത്തിന്റെ മധ്യയിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? നീ ജീവനുള്ള ദൈവം, നീ നടക്കുന്ന ദൈവം, നീ ചലിക്കുന്ന ദൈവം, നീ തൊടുന്ന ദൈവം, നീ സഞ്ചരിക്കുന്ന ദൈവം, നീ പ്രവർത്തിക്കുന്ന ദൈവം, നീ വിളിക്കുന്നവന്റെ അരികിൽ ഇറങ്ങി വരുന്ന ദൈവം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാകുന്നു. യേശു കർത്താവ് അവനോട് ഉത്തരം പറഞ്ഞത്, ബറയോനായ ശിമോനെ, യു ആർ ബ്ലെസ്ഡ്, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഇതൊരു അറിവല്ല, ഇതൊരു ഇൻഫർമേഷൻ അല്ല. ഇൻഫർമേഷൻസ് ആൾക്കാർ പറഞ്ഞു, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്നുകൊണ്ട് ആൾക്കാർ പറഞ്ഞു. ചിലർ ഏലിയാവെന്ന് പറഞ്ഞു. എന്താ അവർക്ക് ലഭിച്ച ഇൻഫർമേഷൻ? ഈസ് ഡൂയിങ് ദ ഗ്രേറ്റ് മിറക്കിൾസ്. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഏലിയാവും അത്ഭുതങ്ങളെ ചെയ്തിരുന്ന പ്രവാചകനാണ്. ചിലർ പറഞ്ഞു, ഇവൻ യോഹന്നാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു വന്നിരിക്കുന്നു. കാരണം യോഹന്നാൻ സ്നാപകന് ശിഷ്യന്മാരുണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകൻ മുഖം നോക്കാതെ സംസാരിക്കുമായിരുന്നു. ചിലർ പറഞ്ഞു, ഇവൻ ഇരമ്യാവ് എന്ന പ്രവാചകനാണ്. കാരണം 12ാമത്തെ വയസ്സ് മുതൽ ആലയത്തിനകത്തിരുന്ന വലിയ അച്ചായമാരെ ഞെട്ടിച്ചവനാണവൻ. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകം ചെയ്യപ്പെട്ട് പുറത്തു വന്ന ആളെ ഇൻബോൺ ആയിട്ടുള്ള ഒരു പ്രൊഫറ്റെ ഉണ്ടായിരുന്നുള്ളൂ. അത് ജെറമയായിരുന്നു. ഇൻഫർമേഷനിൽ നിന്ന് ആൾക്കാർ അവരുടെ അറിവുകൾ പാസ് ചെയ്യപ്പെടുമ്പോൾ ഇതാ റെവലേഷൻ ഉള്ള ഒരുത്തൻ ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നവരെ കർത്താവ് മൈൻഡ് ചെയ്യാതെ വിടുമ്പോൾ റെവലേഷൻ ഉള്ളവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വെളിപ്പാടുള്ളവനെ കർത്താവ് സെപ്പറേറ്റ് ചെയ്യുന്നു. അവനെ കർത്താവ് മാറ്റിക്കൊണ്ടുപോയിട്ട് കർത്താവിനോട് പറയുന്നു, യു ആർ ബ്ലെസ്ഡ്. ജഡരക്തമല്ല, കുടുംബക്കാരല്ല, നാട്ടുകാരല്ല, വീട്ടുകാരല്ല, അപ്പച്ചനല്ല, അമ്മയല്ല, ഭാര്യയല്ല, അമ്മായിയമ്മയുമല്ല, നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. സ്വർഗീയമായ വെളിപ്പാടാണിത്. ആ ഒരൊറ്റ റെവല്യൂഷൻ പത്രോസിനെ ഡിഫറന്റ് ആക്കി മാറ്റുകയാണ്. ആ ഒരൊറ്റ വെളിപ്പാട് പത്രോസിനെ കൂടി നിൽക്കുന്ന പുരുഷാരത്തിൽ നിന്നും വ്യത്യസ്തനാക്കുകയാണ്. ഇന്ന് ഞാൻ മെസ്സേജ് പറയുമ്പോൾ ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വേണ്ട ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ, ഒരാളുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിന്നെ കൊണ്ട് പട്ടണങ്ങളെ പിടിക്കും. നിന്റെ വിയർപ്പിലും നിഴലിലും പോലും ദൈവശക്തി വ്യാപരിക്കും. അതാണ് ഞാൻ പത്രോസിൽ കാണുന്നത്. താങ്ക് യു ജീസസ്. ഇൻഫർമേഷൻ നിങ്ങളെ ചിലതിലേക്ക് ഗൈഡ് ചെയ്യും. പക്ഷെ റെവലേഷൻ നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യും. നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകൾ നിങ്ങളെ ചിലതിലേക്ക് നയിക്കും. പക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്ന ദൈവികമായ വെളിപ്പാടുകൾ നിന്നെ തന്നെ മാറ്റും. പത്രോസിനോടൊരു ദൂതുണ്ടായിരുന്നു. ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ, അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ, ശിഷ്യഗണങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ യേശു കർത്താവ് പത്രോസിന്റെ വിഷയത്തിൽ മാത്രം പറഞ്ഞു, ഒന്നാമൻ പത്രോസ്, ഒന്നാമൻ പത്രോസ്. തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുത്തവൻ അവന്റെ മേളിൽ ഒരു വാക്കിട്ട അവനെ തെരഞ്ഞെടുത്ത, യു ആർ ദ ഫസ്റ്റ്. ഒന്നാമൻ പത്രോസ്. ഒന്നാമൻ പത്രോസ് എന്ന് പറഞ്ഞവനെ തെരഞ്ഞെടുത്തെങ്കിലും പലയിടത്തും അവന്റെ സ്വഭാവം വെച്ചും പ്രവൃത്തി വെച്ചും ആറ്റിറ്റ്യൂഡ് വെച്ചും അവൻ ഒരിക്കലും ഒന്നാമനാകാനുള്ള ഒരു സാധ്യതകളും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് വെച്ച് ആ കോളിങ്ങിനെ ദൈവത്തിന് ഉറപ്പിക്കേണ്ടതിന്, ആ കോളിങ്ങിലേക്ക് അവനെ കയറ്റിവിടേണ്ടതിന് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ അകത്തൊരു റെവലേഷൻ കൊടുത്തു. ആ റെവലേഷൻ അവൻ പറയേണ്ടടുത്ത് പറയേണ്ട സ്ഥലത്ത് നിന്ന് പറയേണ്ടവനോട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാകുന്നു. അങ്ങോട്ട് പഠിക്കുമ്പോ യേശു പത്രോസിനെ നോക്കി ഒന്നാമൻ എന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് ബൈബിൾ വായിച്ചവർക്കറിയാം. സ്തോത്രം.
ആരുണ്ട് ഈ സാഗരത്തിന്റെ മുകളിലൂടെ പാദങ്ങളൂന്നി നടക്കാനെന്നുള്ള ചോദ്യത്തിന്റെ മുൻപിൽ എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ ദൈവം കഴിഞ്ഞാൽ ചരിത്രത്തിൽ കടലിന്റെ മുകളിലൂടെ നടന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് സ്തോത്രം പത്രോസ് മാത്രമാണ്. സർവശക്തനാകുന്ന ദൈവം കഴിഞ്ഞാൽ ഹല്ലേലൂയ മനുഷ്യനായി, നോർമൽ പേഴ്സണായി ദൈവമാണ്, സർവശക്തനാണ്. അത് പീറ്റർ മാത്രമാണ്. മറ്റ് ശിഷ്യന്മാർക്ക് അവസരമുണ്ടായില്ല. വേദപുസ്തകത്തിലെ ഒന്നാമത്തെ അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുമ്പോൾ ദൈവസഭയുടെ ആരംഭം, ജെറൂസലേം ചർച്ചിന്റെ ആരംഭം, ഫസ്റ്റ് മെസ്സേജ്, ആദ്യത്തെ പ്രസംഗം ആരാ നടത്തിയേ? ഇന്ന് ദൈവസഭകൾ ലോകമെമ്പാടുമുണ്ട്. വി ആർ ദ പാർട്ട് ഓഫ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മളും ആ ശരീരത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഫസ്റ്റ് മെസ്സേജ് ആരാ പറഞ്ഞേ? ദൈവസഭ ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് കൊടിയെത്തിയ ലഡു കൊടുത്തല്ല ദൈവസഭ ആരംഭിച്ചത്, തീയിറങ്ങി വന്നാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങി വന്ന് ദൈവസഭ ഇനാഗുറേറ്റ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ദൈവസഭ ആരംഭം കുറിക്കുമ്പോൾ ആദ്യത്തെ മെസ്സേജ് നടത്തിയത് ആരാണ്? പീറ്റർ. ആദ്യ സഭയിലെ ആദ്യത്തെ സ്നാനം നടത്തിയത് ആരാണ്? പീറ്റർ. 3000 പേരെ. പുതിയ നിയമസഭയിലെ ആദ്യത്തെ രോഗശാന്തി ശുശ്രൂഷ നടത്തിയത് ആരാണ്? സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കലിരുന്ന അമ്മയുടെ ഉദരം മുതൽ മുടമ്പനായ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ആരാണ്? പീറ്റർ. പുതിയ നിയമസഭയിൽ ആദ്യം മരിച്ച ഒരു കൊച്ചിനെ ഉയർപ്പിച്ചത് ആരാണ്? പീറ്റർ. പുതിയ നിയമസഭയിൽ നിഴലിനകത്തും ദൈവശക്തി വെളിപ്പെടുമെന്ന് തെളിയിച്ചത് ആരാണ്? പീറ്റർ. പത്രോസേ, നീ ഒന്നാമൻ. കർത്താവ് നിന്നെ നോക്കി അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഒരുത്തനും എങ്ങും രണ്ടാമനാക്കാൻ പറ്റത്തില്ല. താങ്ക് യു ജീസസ്. ഞാൻ ഇന്ന് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വെളിപ്പാടിൽ ജീവിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത വെളിപ്പാട്, അതാ പീറ്ററിന് കൊടുത്ത റെവലേഷൻ, അവനെ രൂപാന്തരപ്പെടുത്തിയ വെളിപ്പാട്. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത വെളിപ്പാട്. ദൈവം തൻ്റെ സഭയാകുന്ന മണവാട്ടിയെ ഈ ഭൂമിയിൽ എഴുന്നേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ എഴുന്നേൽപ്പിച്ചത് 2 കാര്യങ്ങളിൽ കൂടെയാണ്. നമ്പർ 1 റെവലേഷൻ, നമ്പർ 2 റിലേഷൻഷിപ്പ്. ദൈവസഭ പണിയപ്പെടുന്നത് 2 കാര്യങ്ങളിലൂടെയാണ്. 1 വെളിപ്പാടിലൂടെ, 2 ബന്ധങ്ങളിലൂടെ. റെവലേഷൻ ആൻഡ് റിലേഷൻഷിപ്പ്. ഹല്ലേലൂയ. ദൈവം തന്ന വെളിപ്പാടിനും ദൈവം തന്ന ബന്ധങ്ങൾക്കും ഞാൻ വില കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞായറാഴ്ചയാകുമ്പോൾ ഈ കോവിഡിന് മുൻപ് അല്ലെങ്കിൽ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഈ ആലയം നിറച്ചും ആൾക്കാർ വന്നത് അവർക്ക് കർത്താവിനോടും സഭയോടും അവരുടെ പാസ്റ്ററോടുമുള്ള ബന്ധത്തിലാണ്. ഞാൻ ദൈവം തന്ന എല്ലാ ബന്ധങ്ങൾക്കും നന്ദി പറയുന്നു. വെളിപ്പാട് നിന്നെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ബന്ധങ്ങൾ നിന്നെ പണിതുയർത്തും. ആമേൻ. ദൈവം നിനക്ക് തന്ന വെളിപ്പാടുകൾ, ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ, സത്യവചനത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുമ്പോൾ, ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തെ പണിതുയർത്തുന്നത് ദൈവം നിനക്ക് തന്ന ചില ബന്ധങ്ങളിലൂടെയാണ്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അമ്മയും അപ്പനുമായിട്ടുള്ള ബന്ധം, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം നിങ്ങളെ പലയിടത്തും കറക്റ്റ് ചെയ്തിട്ടില്ലേ? അപ്പനും അമ്മയും നിങ്ങളുടെ മീതെ ഉണ്ടായിരുന്നതിനാൽ അവർ നിങ്ങൾക്ക് തന്ന ഉപദേശങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതല്ലായിരുന്നു. നിങ്ങൾക്ക് മീതെയുള്ള നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ സ്പിരിച്വൽ മെന്റേഴ്സ്, നിങ്ങളുടെ സ്പിരിച്വൽ ഫാദർ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് അല്ലായിരുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോട്, ദൈവത്തിൻ്റെ മക്കളോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും വലിയ സത്യം, 2 കാര്യങ്ങൾ മറക്കരുത്. 1 വെളിപ്പാട്, ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. ദാവീദിനെ കുറിച്ചുള്ള വെളിപ്പാടല്ല, ഗോലിയാത്തിനെ കുറിച്ചുള്ള വെളിപ്പാടല്ല, അബ്രഹാമിനെ കുറിച്ചോ ഇസഹാക്കിനെ കുറിച്ചോ യാക്കോബിനെ കുറിച്ചോ ശിംശോനെ കുറിച്ചുള്ള വെളിപ്പാടല്ല സഭയെ പണിയുന്നത്. യേശു ക്രിസ്തു ഏക സത്യ നിത്യ ദൈവം എന്ന വെളിപ്പാടിലാണ് ദൈവം തന്റെ സഭയെ പണിയുന്നത്. ആ ദൈവസഭ പണി കഴിപ്പിക്കപ്പെടുന്നത് റെവലേഷനിൽ മാത്രമല്ല. ചിലർക്ക് അങ്ങ് ഭയങ്കര റെവലേഷനാ, പക്ഷെ ആരുമായിട്ടും ഒരു റിലേഷൻഷിപ്പും ഇല്ല.
ഭയങ്കര റെവലേഷൻ. ഒറ്റയ്ക്ക് അങ്ങ് ഇരുന്ന് വീട്ടിലിരുന്ന് റെവലേഷന്റെ മേളിൽ റെവലേഷൻ. പക്ഷെ അവനും ശരിയല്ല, അവളും ശരിയല്ല, ഇവനും ശരിയല്ല, ആ പാസ്റ്ററും ശരിയല്ല, ഈ ആരുമായിട്ടൊരു ബന്ധമില്ല, ഞാൻ മാത്രം ശരി. നോ, നിനക്ക് സഭ പണിയാൻ പറ്റത്തില്ല. സ്തോത്രം. ബന്ധങ്ങളിലൂടെ, വെളിപ്പാടിലൂടെ കർത്താവ് സഭയെ പണിയുന്നു. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി പറയുക, കർത്താവേ, എനിക്ക് നീ തന്ന എല്ലാ നല്ല ബന്ധങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ, ഒരു ബന്ധങ്ങളും മുറിഞ്ഞു പോകാതെ, ഒരു വ്യക്തികളെ മുറിച്ചു കളയാതെ കർത്താവ് തന്ന എല്ലാ ബന്ധങ്ങളെയും പവിത്രമായി സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഈ സഭയിൽ, ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന, ഒരു പ്രാവശ്യമെങ്കിലും ഈ ചർച്ചിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച, ഒരു പ്രാവശ്യമെങ്കിലും ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഈ ഭൂമിയിൽ ഉള്ള എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളോടും ഞാൻ നന്ദി പറയുന്നു. 1 രൂപയെങ്കിലും ഈ മിനിസ്ട്രിക്ക് വേണ്ടി കൊടുത്ത് സഹായിച്ച നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. കാരണം നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ശുശ്രൂഷയില്ല, നിങ്ങളില്ലായിരുന്നെങ്കിൽ ടിനു പാസ്റ്ററും ഈ സഭയുമില്ല. കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിച്ചതുകൊണ്ടും, കൈതാങ്ങാൻ ഒരു അഹരോനെയും കൈതാങ്ങാൻ ഒരു ഹൂരനെയും ദൈവം എഴുന്നേൽപ്പിച്ചത് കൊണ്ടാണ് പലപ്പോഴും അമാല്യോക്കിന് ജയിക്കാൻ കഴിയാതെ നിൽക്കുന്നത്. സ്തോത്രം. എന്നാൽ കൈതാങ്ങിയ എല്ലാ ഹൂരുമാരും ഓർത്തുകൊള്ളുക, നിന്റെ തലമുറയിൽ നിന്ന് ചില ബെസ്തലേലുമാരെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കും. ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും ആത്മാവുമുള്ള ചില ബെസ്തലേലുമാരെ നിന്റെ ഭവനത്തിനകത്ത് നിന്ന്, ഹൂരിന്റെ തലമുറയ്ക്കകത്ത് നിന്ന് വിശേഷമായ ജ്ഞാനവും പരിജ്ഞാനവും കൃപയുമുള്ള ചില ബെസ്തലേലുമാരെ എഴുന്നേൽപ്പിച്ച് പെട്ടകം പണിതതുപോലെ സ്വർഗത്തിലെ ദൈവം ദൈവസഭയെ താങ്ങുന്ന, ശുശ്രൂഷകളെ സഹായിക്കുന്ന ചില കുടുംബങ്ങൾക്കകത്ത് നിന്ന് പെട്ടകം പണിയാൻ ചില ബെസ്തലേലുമാരെ എഴുന്നേൽപ്പിക്കും. കർത്താവിന്റെ ക്രൂശിന്റെ അറ്റം ചില മിനിറ്റുകളിലേക്ക് മാത്രം താങ്ങിയ താണജാതിക്കാരൻ അന്നത്തെ കാലത്തെ ഉള്ളവർ വിശേഷിപ്പിച്ച കുറേനക്കാരനായ ശീമോന്മാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, നിന്റെ തലമുറകളായ അലക്സാണ്ടറിനെയും റൂഫസിനെയും മറന്നു കളയാത്തൊരു ദൈവം ഇന്ന് പകലിൽ ജീവിക്കുന്നു. കുറേനക്കാരനായ ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ കർത്താവിന്റെ ക്രൂശിന്റെ അറ്റം താങ്ങിയതിനാൽ അവന്റെ തലമുറകളായ അലക്സാണ്ടറിനെയും റൂഫസിനെയും സ്വർഗം ആദരിച്ചു, അനുഗ്രഹിച്ചു, മാനിച്ചു. അവരെ കർത്താവിൽ പ്രസിദ്ധരാക്കി മാറ്റി. അതെ, ദൈവസഭ എങ്ങനെയാ പണിയുന്നതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറഞ്ഞോണം. റെവലേഷൻ ആൻഡ് റിലേഷൻഷിപ്പ്. വെളിപ്പാടിലൂടെ, ബന്ധങ്ങളിലൂടെ. ദൈവം തന്ന ബന്ധങ്ങൾക്കും വെളിപ്പാടിനുമായി ഞാൻ നന്ദി പറയുന്നു. എന്താണ് ഞാൻ ഇന്ന് ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് പങ്കുവെക്കുന്നത്? നമ്മൾ ഓർക്കണം, നമുക്ക് ലഭിക്കുന്നതായ ഇൻഫർമേഷൻസ്, അറിവുകൾ വളരെ നല്ലതാണ്. ഇൻഫർമേഷൻ സെന്ററുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമേരിക്കയിലേക്ക് പോകാൻ എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഇൻഫർമേഷൻ സെന്ററുകളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു തരും അമേരിക്കയ്ക്ക് പോകാൻ എന്തൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ ആ ഇൻഫർമേഷൻ സെന്ററിൽ ഇരിക്കുന്നവൻ ഇതുവരെ അമേരിക്കയിൽ പോയിട്ടില്ല. സ്തോത്രം. ഇവിടെ കൊട്ടാരക്കരയിൽ ഒരു ബോർഡ് ഇരിപ്പുണ്ട്, ഈ ടൗണിൽ. തിരുവനന്തപുരം ഇത്ര കിലോമീറ്റർ എന്ന ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഒത്തിരി പേരെ ആ ബോർഡ് വഴി പുനലൂരോട്ട് വിടാതെ, കൊല്ലത്തോട്ട് വിടാതെ ആ ബോർഡ് ഒത്തിരി പേരെ തിരുവനന്തപുരത്ത് വിട്ടിട്ടുണ്ട്. പക്ഷെ ആ ബോർഡ് ഇന്ന് വരെ തിരുവനന്തപുരം കണ്ടിട്ടില്ല. ഇൻഫർമേഷൻ, നിനക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് നിന്നെ ഗൈഡ് ചെയ്യും ചിലതിലേക്ക്. പക്ഷെ നിനക്ക് ലഭിക്കുന്ന റെവലേഷൻ ആണ് നിന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നത്, രൂപാന്തരപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട്, ദൈവമക്കളോട് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടത് വെളിപ്പാടിൽ ജീവിക്കുന്ന ഒരു തലമുറയാണ്. കാരണം അറിവിന്റെ പുറകിൽ പോയി പഠിച്ച് അത് പഠിച്ച് ഇത് പഠിക്കേണ്ടെന്നല്ല. ആ PhD, ഈ PhD, അതിൽ ഡോക്ടറേറ്റ്, ഇതിൽ ഡോക്ടറേറ്റ്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ 10ാം ക്ലാസ് പോലും ജയിച്ചിട്ടില്ലാത്ത പത്രോസിനെ കുറിച്ച് ഡോക്ടറേറ്റ് എടുക്കാൻ സ്കോട്ട്ലൻഡിലേക്ക് പോകുന്നു. സ്തോത്രം. പത്രോസ് വിദ്യാഭ്യാസം ഇല്ലാത്തവനാ, സാമാന്യനാ. പക്ഷെ പത്രോസിനെ കുറിച്ച് ഡോക്ടറേറ്റ് എടുക്കാൻ സ്കോട്ട്ലൻഡിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ സഭയെ, ജനമേ, അറിവ് നിങ്ങളെ ഗൈഡ് ചെയ്യും ചിലതിലേക്ക്. കൊട്ടാരക്കരയിൽ ഒരു ചർച്ച ഉണ്ട്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ അവിടേക്ക് ചെന്നാൽ നിങ്ങൾക്ക് വചനം കേൾക്കാൻ പറ്റും, മെസ്സേജ് കേൾക്കാൻ പറ്റും, പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണത്. ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജീസസ് ഈസ് അലൈവ് ചർച്ചിൽ വരുന്നു കൊട്ടാരക്കരയിൽ. പക്ഷേ ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പായി വന്നിരുന്ന് ഉറങ്ങിയെന്ന് കരുതി യാതൊരു വിടുതലും ഉണ്ടാകത്തില്ല. ഇവിടെ തരുന്ന മെസ്സേജുകൾ, സന്ദേശങ്ങൾ നിന്റെ അകത്തൊരു വെളിപ്പാടായി മാറിയെങ്കിൽ മാത്രമേ നീ വന്നതുപോലെ പോകാതിരിക്കത്തുള്ളൂ. ഇൻഫർമേഷനുകൾ നിന്നെ ഗൈഡ് ചെയ്യും ചിലതിലേക്ക്.
പക്ഷെ നിന്റെ അകത്ത് ലഭിക്കുന്ന റെവലേഷൻസ് ആണ് നിന്നെ ചേഞ്ച് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഓർക്കുക, ഇൻഫർമേഷൻ ലഭിക്കുന്നത് മൈൻഡിലാണ്, റെവലേഷൻ ലഭിക്കുന്നത് സ്പിരിറ്റിലാണ്. എനിക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് എൻ്റെ മൈൻഡിലാണ് വരുന്നത്, എൻ്റെ ചിന്തയിലാണ് വരുന്നത്. പ്രസംഗങ്ങൾ പറയുമ്പോൾ പറയുന്നു, ഞാൻ ഇന്നൊരു ചിന്ത പറയട്ടെ, ദൈവം എനിക്ക് തന്നൊരു ചിന്ത ഞാൻ പറയട്ടെ, പറഞ്ഞു. പക്ഷെ ആ ചിന്ത വെളിപ്പാടായി തീരണമെങ്കിൽ അതിനെ ആത്മാവിൽ നീ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അതകത്താക്കണം. സ്തോത്രം. The information that we receive can only be used to guide us. On the other hand, the divine revelation that we receive can and will transform us. We receive and process information in our mind. On the other hand, divine revelation is received in the spirit. ദൈവം നമുക്ക് തന്ന വെളിപ്പാടുകൾ, ദൈവം നമുക്ക് തന്ന ആഴമേറിയ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നമ്മളുടെ അകന്മയുള്ള മനുഷ്യനെ പണിയും. ഹല്ലേലൂയ. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഈ പൗലോസ് അപ്പോസ്തലൻ വെളിപ്പാടിൽ ജീവിച്ച മനുഷ്യനാണ്. എല്ലാവർക്കും പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ വിശ്വാസികൾക്കും, വിശുദ്ധന്മാർ എന്ന് പറയുന്നവർക്കും വലിയ ആവേശമാണ്. പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ വലിയ ആവേശമാണ്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ ആരായിരുന്നു? പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ വെളിപ്പാടിൽ ജീവിച്ച മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഗലാത്യർ 1:11-12 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. എൻ്റെ മൈൻഡിൽ, എൻ്റെ ബുദ്ധിയിൽ വന്ന കുറെ ചിന്തകളല്ല ഞാൻ നിങ്ങളെ അറിയിച്ച സുവിശേഷം. പിന്നെന്തുവാ? ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ടുമില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ഹല്ലേലൂയ. ദൈവികമായ വെളിപ്പാട് അകത്തുള്ളവൻ ചിലത് പ്രാപിക്കും. ദൈവികമായ വെളിപ്പാടില്ലാത്തവൻ ഗൂഗിള് തപ്പി അവന്റെ ഊപ്പാട് വരും. സ്തോത്രം. ദൈവികമായ വെളിപ്പാടുള്ളവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് അവൻ പ്രാപിക്കും. അതുകൊണ്ടാണ് ദൈവസഭയോട്, കൊരിന്ത്യ സഭയോട് പൗലോസ് പറഞ്ഞത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ ഞാൻ ഇത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. പൗലോസിന്റെ വലിയ ആഗ്രഹമായിരുന്നു. പൗലോസ് ഒരിക്കലും ബുദ്ധിയിൽ ശുശ്രൂഷിച്ച മനുഷ്യനല്ല. പൗലോസ് ഒരിക്കലും ബുദ്ധിയിൽ നടന്ന മനുഷ്യനല്ല. ഒരു ക്വയറ്റ് മിനിസ്റ്റർ ആയിരുന്നു പോൾ. ശാന്തനായ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശാന്ത ഗംഭീരമായ ശുശ്രൂഷയായിരുന്നു പൗലോസിന്റെ. വളരെ ക്വയറ്റായിരുന്നു തന്റെ മിനിസ്ട്രി എല്ലാം. ബട്ട് പൗലോസിന് ശബ്ദമല്ലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്, ശക്തിയായിരുന്നു. പക്ഷെ എന്ത് പറയാം, എന്ത് ചെയ്യാം? ഇന്ന് ശബ്ദമേ ഉള്ളൂ, പലർക്കും ശക്തിയില്ല. അതിന്റെ ഒരു തെളിവാണ് പൗലോസ് അപ്പോസ്തലൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വീടിന്റെ ടെറസിന്റെ മുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ മെസ്സേജ് കേട്ടോണ്ടിരുന്ന ഒരു വിശ്വാസി ആ ടെറസിന്റെ മേളിൽ നിന്ന്, യൂത്തിക്കോസ് എന്ന് പറയുന്ന മനുഷ്യൻ, ഉറങ്ങി താഴെ വീണ് മരിച്ചു. എന്റെ ശുശ്രൂഷയിൽ ചിലപ്പോൾ എന്റെ പ്രസംഗം കേട്ട് പലരും ഉറങ്ങിക്കാണും, പക്ഷെ ഉറങ്ങി താഴെ വീണ് ആരും മരിച്ചിട്ടില്ല. പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പൗലോസിന്റെ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഉറങ്ങി ടെറസിന്റെ മേളയിൽ നിന്ന് താഴെ വീണ് മരിച്ചുപോയി. അത്ര ഗംഭീരമായ പ്രസംഗമായിരുന്നു. പ്രൈസ് ഗോഡ്. വളരെ ശാന്തമായി ശുശ്രൂഷിക്കുന്ന, ഗംഭീരമായി ശുശ്രൂഷിക്കുന്ന, വെളിപ്പാടുകളെ പകരുന്ന മനുഷ്യൻ. പക്ഷെ അതേ പൗലോസ് ആ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെന്ന് അവന്റെ മേളിലൊന്ന് താഴുകി പ്രാർത്ഥിച്ചപ്പോൾ അവനെ ഉയർത്തു വന്നു. ഓ ഹല്ലേലൂയ. എനിക്ക് അവിടെ കാണാൻ കഴിയുന്നത് താൻ ക്യാരി ചെയ്ത അനോയിന്റിംഗ് ആണ്, താൻ ക്യാരി ചെയ്ത റെവലേഷൻ ആണ്, താൻ ക്യാരി ചെയ്ത ഒരു പവർ ഉണ്ട്, ഒരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്തോ, രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കോ ഇത് ദൈവശക്തിയാകുന്നു. ദിസ് ഈസ് എ പവർ ഓഫ് ഗാഡ്. ഇന്ന് ദൈവശക്തി എന്ന് പറഞ്ഞാൽ തന്നെ ചിലർ തുറിച്ചു നോക്കും. ഇത് ദൈവശക്തിയാകുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങളുടെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ലായിരുന്നു, വാചകവാടി അല്ലായിരുന്നു, അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പ്രദർശനമായിരുന്നു. ഇന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ? ഒന്ന് യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാവോ? അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാ? ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും
ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ കൈനീട്ടി തൊട്ടതുമായ ജീവന്റെ വചനം. സ്തോത്രം. എന്തായിരുന്നു ശുശ്രൂഷ? എന്തായിരുന്നു വചനം? ആദ്യം മുതൽ ഞങ്ങൾ എന്തോ അനുഭവിച്ചേ? ആദ്യം മുതൽ ഞങ്ങൾ അനുഭവിച്ചത് കഥാപ്രസംഗമാണോ? ആദ്യം മുതൽ ഞങ്ങൾ അനുഭവിച്ചത് വാചകമടിയാണ്? നോ. ആദ്യം മുതലുള്ളതും. ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നേ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ ചിലത് കേട്ടു. അപ്പോസ്തലന്മാർ പറയുന്നു, ഞങ്ങൾ ചിലത് കേട്ടു. ഞങ്ങൾക്ക് ചിലത് കേൾക്കാനുണ്ടായിരുന്നു, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. കേട്ടത് ചിലത് പ്രസംഗിച്ചെടുത്ത് ആ സ്പോട്ടിൽ ഞങ്ങൾ ചിലത് കണ്ടു. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് ചിലത് ആശ്ചര്യപ്പെട്ട് നോക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ നോക്കി, ഞങ്ങളുടെ കൈ നീട്ടി ഞങ്ങൾ തൊട്ട് അനുഭവിക്കാൻ ചിലതുണ്ടായിരുന്നു. വചനം പ്രസംഗിച്ചെടുത്ത് ചിലത് കേൾക്കാനുണ്ടായിരുന്നു, ചിലത് കാണാനുണ്ടായിരുന്നു, ചിലത് ആശ്ചര്യപ്പെട്ട് നോക്കാനുണ്ടായിരുന്നു, ചിലത് ശരീരത്തിൽ തൊട്ട് അനുഭവിക്കാനുണ്ടായിരുന്നു. വെറും കേൾവിയല്ല ശുശ്രൂഷ, അത് ദൈവശക്തിയാണ്. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? വെളിപ്പാടുള്ള ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അപ്പോസ്തലൻ പൗലോസ് സ്ഥാപിച്ചതായ സഭകളിൽ അതിശക്തമായി വളർന്ന ഒരു ചർച്ചാണ് എഫെസോസിലെ ചർച്ച്. എന്നാൽ താൻ ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ അറ്റാക്ക് അനുഭവിച്ച സ്ഥലവും എഫെസോസിലെ സഭയിൽ നിന്നാണ്. എഫെസോസിലുള്ള ആ ആർത്തമീസിന്റെ അതിശക്തമേറിയ ഫൈറ്റ് പൗലോസ് എക്സ്പീരിയൻസ് ചെയ്തു. ആ ചർച്ച് അഖിലാവിനെയും പ്രിസ്കില്ലയും കൊണ്ട് പൗലോസ് ആരംഭിച്ചു കഴിഞ്ഞ് അടുത്ത ചില നാളുകൾക്കകത്ത് താൻ ജയിലിൽ പോകേണ്ടി വന്നു. എന്നാൽ വീണ്ടും എഫെസോസിൽ വന്ന് പാർത്ത് ആ കുടുംബത്തോട് ചേർന്ന് താൻ അവിടെ ശുശ്രൂഷിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ സഭ, എഫെസോസിലെ ചർച്ച്, അവിടുത്തെ ടെറിട്ടോറിയൽ പവറിനെ കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ആയിരങ്ങളായി ദൈവം അവിടെ വലിയൊരു മൂവിനെ അയച്ചത്. അതിന്റെ റീസൺ എന്നാണെന്നറിയാമോ? കൊരിന്ത്യ സഭയിൽ പൗലോസിന്റെ പ്രസംഗം നോക്കിയാൽ നിങ്ങൾക്കറിയാം, പലയിടത്തും പൗലോസ് വളരെ ഒത്തിരി കാര്യങ്ങളിൽ അവരെ കറക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി മിസ്റ്റേക്കുകൾ ഉള്ളവർ ആ സഭയിലുണ്ടായിരുന്നു. സ്തോത്രം. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്തവൻ സഭയിലുണ്ടായിരുന്നു. തന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവൻ സഭയിലുണ്ടായിരുന്നു. എന്നിട്ട് ആ കൊരിന്ത്യ സഭയോട് പൗലോസ് പറഞ്ഞു, ഞാൻ വടിയോടുകൂടി ഇനി നിങ്ങൾ അടുത്ത് വരണോ എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? സത്യം പറഞ്ഞാൽ കേട്ടാൽ കണ്ടാൽ 2 അടി കൊടുക്കണമെന്ന് തോന്നും. അതുപോലത്തെ ആൾക്കാർ സഭയിലുണ്ടായിരുന്നു. എന്നാൽ ഗലാത്യ സഭ തുടങ്ങുന്നത് തന്നെ, ഗലാത്യ സഭയോട് പൗലോസ് പറയുന്നത്, അയ്യോ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളെയൊക്കെ ആവിയാരം ചെയ്ത് മയക്കിയതാർ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ട് നിങ്ങൾ എന്തേ ഈ വെളിപ്പാടിലേക്ക് വരാത്തെന്ന് പറഞ്ഞ് ഭയങ്കര വിഷമത്തോടുകൂടിയാണ് ഗലാത്യർക്ക് പൗലോസ് ലേഖനം എഴുതി തുടങ്ങുന്നത് തന്നെ. പക്ഷെ എഫെസോസ് സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങൾ നോക്കുന്ന സമയത്ത് എഫെസ്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത് ഒരു വെളിപ്പാടിന്റെ കലവറയാ. ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് വാഴ്ത്തപ്പെട്ടവൻ. എന്താ അതിന്റെ കാരണം? എഫെസോസ് സഭയിൽ അറിവിൽ നിന്നവരല്ലായിരുന്നു കൂടുതൽ, വെളിപ്പാടിൽ നിന്നവരായിരുന്നു. ആ വെളിപ്പാടിൽ അവർ കയറി വരാൻ ഒരു കാരണമുണ്ട്. അത് പൗലോസിന്റെ പ്രാർത്ഥനയാണ്. ഇവിടെ ഒത്തിരി പാസ്റ്റർമാരുണ്ട്, ലോകമെമ്പാടുമുള്ള ദൈവദാസന്മാർ കേൾക്കുന്നുണ്ട്. സഭയിലുള്ളവർക്ക് 2 വീടൂടെ കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ ഇനി പ്രാർത്ഥിക്കേണ്ടത്. അമേരിക്കയ്ക്ക് പോകാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എന്നോടൊപ്പം നിൽക്കുന്നവർക്ക്, ദൈവസഭയിലായിരിക്കുന്നവർക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ടാകാൻ പ്രാർത്ഥിക്കണം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, സകല വിശുദ്ധന്മാരിലും ഞാൻ ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ, ഈ ലോകത്തെ ദൈവം സ്ഥാപിക്കുന്നതിന് മുൻപ് മുതൽ, അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ചില മർമ്മങ്ങൾ ഇന്നതെന്ന് എല്ലാവർക്കുമായി പ്രകാശിപ്പിക്കുവാൻ, വെളിപ്പെടുത്തി കൊടുക്കുവാൻ എനിക്ക് കൃപ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ മറഞ്ഞു കിടക്കുന്നതിനെ മറനീക്കി കാണിക്കുന്നതിനെ അല്ലേ വെളിപ്പാടെന്ന് പറയുന്നത്. അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ദൈവിക മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് ദൈവസഭയെ അറിയിക്കുവാൻ അപ്പോസ്തലനെ വെളിപ്പാട് കൊണ്ട് സ്വർഗം നിറച്ചു.
ഓ ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അതിന്റെ 14 മുതൽ 21 വരെ നോക്കണം. എഫേസ്യർ 3:14 മുതൽ. അതു നിമിത്തം, ഈ കാരണങ്ങൾ കൊണ്ട്, സ്വർഗത്തിലെ ദൈവം തന്ന വെളിപ്പാടിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ദൈവം എനിക്ക് തന്ന വെളിപ്പാടിലാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നത്. അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. എന്തിനു വേണ്ടി? ആ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ഞാൻ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. എന്റെ ചോദ്യം, എന്തിനു വേണ്ടി? സ്തോത്രം. എന്തിനു വേണ്ടി? തലവേദന സൗഖ്യമാകാനോ? എന്തിനു വേണ്ടി? ചർച്ചിലുള്ളവർക്കെല്ലാം ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകാനോ? എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി ഞാൻ മുട്ടുകുത്തുന്നു? അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് ഞാൻ നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളവും നിങ്ങൾ നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന, നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തനാകണം. എന്റെ പ്രാർത്ഥന, നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തി പ്രാപിക്കണം. നിങ്ങളുടെ അകത്ത മനുഷ്യന് ശക്തി ഉണ്ടെങ്കിൽ, എന്തിനാ ഇങ്ങനെ പറയാം, ഇന്നത്തെ കാലവുമായി കണക്ട് ചെയ്ത് പറയാം. ചില ആൾക്കാർ പറയാറുണ്ട്, ചിലർക്ക് കോവിഡ് വന്നിട്ട് അവരെ അത് വലുതായിട്ട് ബാധിച്ചില്ല, അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തവൻ ഒത്തിരി ടയേർഡായി പോയി അത്ര. ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തവൻ ഒത്തിരി വൈറസ് അറ്റാക്കിൽ ടയേർഡായി പോയി. ഇമ്മ്യൂണിറ്റി നന്നായിട്ടുള്ളവൻ അതിനെ റെസിസ്റ്റ് ചെയ്തെന്നാ പറയുന്നത്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇട്ടിരിക്കുന്ന ഉടുപ്പല്ല. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സ്തോത്രം ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ല, ഉപയോഗിക്കുന്ന വണ്ടിയല്ല, നിനക്ക് കാണാൻ കഴിയാത്ത ഒന്നാ. നിനക്ക് കാണാൻ കഴിയാത്ത ഒന്ന് നിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നു. ആ വർക്ക് ചെയ്യുന്നതാണ് പുറത്തുനിന്ന് വരുന്ന ഈ വൈറസിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നിന്റെ അകത്ത മനുഷ്യന്റെ ശക്തിയാ ബ്രദറെ, സിസ്റ്ററെ, പുറത്തുനിന്ന് വരുന്ന സകല അറ്റാക്കുകളെയും ജയിക്കുവാൻ നിനക്ക് കൃപ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവസഭയോട്, ദൈവജനത്തോട് ഞാൻ സ്നേഹപൂർവ്വം ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, പൗലോസിന്റെ പ്രാർത്ഥന മറ്റൊന്നിനായിരുന്നില്ല. നിങ്ങൾ അവന്റെ ആത്മാവിനാൽ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം, തളർന്നു പോകരുത്. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ അറിയിക്കുന്നു, തളർന്നു പോകരുത്, ശക്തിയോടെ മുന്നേറണം, അതിശക്തമായി മുന്നോട്ട് പോകണം. ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ, ആ ക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കുവാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് ആ ദൈവ സ്നേഹത്തിൽ വേരൂന്നണം. സംഘടനയിലല്ല നീ വേരൂന്നുള്ളത്. എന്നിട്ട് പൗലോസ് പറയുവാണ്, അതിന്റെ ലെങ്ത്, അതിന്റെ വിഡ്ത്ത്, അതിന്റെ ഹൈറ്റ്, അതിന്റെ ഡെപ്ത് എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. അത്രമാത്രം കിടക്കുക ഇതിനകത്ത്, അത്രമാത്രം ഡെപ്ത് ഉള്ളതായത്, അത്രമാത്രം ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഉള്ളതായത്. ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ, കർത്താവിനോടൊന്ന് പറഞ്ഞപ്പാ, കർത്താവേ യേശുവേ, അങ്ങയെക്കുറിച്ചുള്ള വെളിപ്പാട് എൻ്റെ അകത്ത് നിറയണമേ. ക്രിസ്തു സ്നേഹത്തിൽ വേരൂന്നാൻ കൃപ തരണമേ. ദൈവഹിതമില്ലാത്ത ഏതെങ്കിലും മേഖലകളിൽ ഞാൻ റൂട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ, എൻ്റെ വേരിറക്കിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ ഞാൻ അതിനെ പിഴുതുകയാണെന്നൊന്ന് പ്രാർത്ഥിച്ചേ. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവേ, എന്നെ അതിനായി സഹായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ആഴത്തിൽ ആ വേരൊന്ന് ഇറങ്ങട്ടെ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ഹൃദയത്തിൽ ആ ദൈവസ്നേഹം നിറയട്ടെ. നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടട്ടെ. ഏത് പ്രതിസന്ധികൾ, തിരകൾ, വെല്ലുവിളികൾ വന്നാലും നിങ്ങളുടെ അകത്തെ ആത്മമനുഷ്യൻ ശക്തനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വിജയിച്ചിരിക്കും. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൗലോസ് ഇത്രയും പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസവും ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുന്ന സ്നേഹവും അവനെക്കുറിച്ചുള്ള വെളിപ്പാടും നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, 20-ാം വാക്യം, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും.
അപ്പൊ ഈ വെളിപ്പാടിനകത്ത് വെളിപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വേരൂന്നി ഇറങ്ങുമ്പോൾ അതിനകത്ത് നിന്റെ മേളിൽ വർദ്ധിക്കുന്ന ഒരു പവറുണ്ട്. നിന്റെ അകത്ത മനുഷ്യൻ ആത്മാവിൽ ശക്തി പ്രാപിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തി എന്തുവാ ചെയ്യുന്നേ? Now to him who is able to do exceedingly abundantly above all that we ask or think, according to the power that work in us. Ask or think. നീ ചോദിച്ചതിനേക്കാളും നീ ചിന്തിച്ചതിനേക്കാളും അത്യത്ഭുതകരമായിരിക്കും നിന്റെ ജീവിതം. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു, ഞാൻ ചോദിച്ചതിനേക്കാളും ഞാൻ നനച്ചതിനേക്കാളും അത്യത്ഭുതകരമായിരിക്കണം എൻ്റെ ശുശ്രൂഷയും എൻ്റെ ജീവിതവും. അതിന് വേറെ ഒന്നും ചെയ്യാനല്ല ബൈബിൾ പറയുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നുക. ഒന്ന് വാ തുറന്ന് പറഞ്ഞേ. ഞാൻ ചർച്ചിലായിരുന്നേ കൈ കൊടുത്ത് പറയിച്ചേനെ. ഒന്ന് വാ തുറന്ന് പറഞ്ഞേ. ആദ്യം സ്നേഹിക്കാൻ പഠിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിനോടുള്ള നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ചില ഭയങ്ങളെ പുറത്താക്കും. കർത്താവിനോടുള്ള നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ചില ആകുലതകളെ ഇല്ലാതെയാക്കും. കർത്താവിനോടുള്ള സ്നേഹത്തിലാണ് നിങ്ങൾ വേരിറക്കിയിരിക്കുന്നതെങ്കിൽ ഈ ലോകത്തിലെ പല കയ്പിന്റെ വേരുകളും നിന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ, വേരിറക്കാൻ വരുമ്പോൾ അതിനൊന്നും നീയാകുന്ന മണ്ണിൽ പച്ച പിടിക്കാൻ പറ്റില്ല. കാരണം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നീ വേരൂന്നി അതിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് പറയാൻ കഴിയാത്ത നിലയിൽ കർത്താവ് നിന്നെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. ആ ഹെവൻലി പ്ലേസിൽ കർത്താവിനോടൊപ്പം അവൻ നിന്നെ ഇരുത്തിയിരിക്കുകയാണ്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നു പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. സത്യത്തില് യേശുക്രിസ്തു എന്നിൽ വന്നപ്പോ എനിക്ക് എന്താണ് ലഭിച്ചതെന്നും എന്നിൽ എന്താണ് സംഭവിച്ചതെന്നും ക്രിസ്തു എനിക്ക് ആരെന്നും ക്രിസ്തുവിൽ ഞാൻ ആരെന്നുമുള്ള വെളിപ്പാടിൽ ജീവിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി സംഭവിക്കും. നിങ്ങൾക്ക് വേണേ ഇത് നോട്ട് ചെയ്ത് വെക്കാം, എഴുതി വെക്കാം. ദൈവം ഉപയോഗിച്ച സകല അഭിഷിക്തന്മാരും, ദൈവം പ്രയോജനപ്പെടുത്തിയ, ദൈവരാജ്യത്തിന് പ്രയോജനമായ പൗലോസ് ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്. യേശുക്രിസ്തു നിങ്ങളിൽ എന്നിൽ വന്നപ്പോ, കർത്താവിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ എന്നിൽ എന്താണ് സംഭവിച്ചതെന്നും ക്രിസ്തു എനിക്ക് ആരെന്നും ക്രിസ്തുവിൽ ഞാൻ ആരെന്നും ഉള്ള വെളിപ്പാടിൽ, അറിവിലല്ല വെളിപ്പാടിൽ ജീവിച്ചാൽ, ആ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്ന വെളിപ്പാടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ, ഞാൻ ചോദിച്ചതിലും ഞാൻ നനച്ചതിലും അപ്പുറമായിരിക്കും എൻ്റെ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യം എന്താണെന്നറിയാമോ? ഇൻഫർമേഷൻ അല്ല വിടുതലിനെ കൊണ്ടുവരുന്നേ, റെവലേഷനാ. ഈ പൗലോസിന് അറിയാം. ഒത്തിരി പേര് പറഞ്ഞു സഭയെ ഉപദ്രവിക്കരുത്, സഭയെ പീഡിപ്പിക്കരുത്, സഭയെ നശിപ്പിക്കരുത്. യേശു ഉയർത്തു, അല്ലെങ്കിൽ യേശു ജീവിച്ചിരുന്ന കാലത്ത് അത്ഭുതങ്ങൾ നടത്തി എന്നൊക്കെ പൗലോസിന് അറിയായിരുന്നു. എന്നിട്ടും പൗലോസ് കല്ല് ഉറക്കി എറിഞ്ഞു. എന്നിട്ടും പൗലോസ് സഭയെ ക്ലോസ് ചെയ്യാൻ നടന്നു. കാര്യം എന്നാ? അറിയായിരുന്നു ഇവര് നേരത്തെ 10-12 പേരുണ്ടായിരുന്നു. അന്തന്റെ കണ്ണൊക്കെ പുള്ളി തുറന്നു, പുള്ളിയെ പിടിച്ചു ക്രൂശിച്ചു എന്നൊക്കെ പുള്ളിക്ക് അറിയാം. പക്ഷെ പുള്ളിക്ക് അറിവ് മാത്രമാണ് യേശുവിനെ കുറിച്ചുള്ളത്. പുള്ളി അത് വിശ്വസിച്ചൊന്നുമില്ല. പക്ഷെ പൗലോസ് ദമസ്കോസിൻ പടിവാതിക്കൽ വെച്ച് സൂര്യനേക്കാൾ മിന്നുന്ന വെളിച്ചത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വാഹനമൃഗത്തിൽ നിന്ന് നിലത്ത് വീണ് ദൈവശബ്ദത്തിന് മുമ്പിൽ ജീവിതത്തെ സമർപ്പിച്ച് 3 ദിവസം കണ്ണിന് കാഴ്ചയില്ലാതെ ഇരുന്ന അനന്യാസിനോട് ദൈവാത്മാവ് ഇടപെട്ട് അവന്റെ ഭവനത്തിൽ വന്ന് അവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവനെ സ്നാനപ്പെടുത്തി അവൻ ആഹാരം കഴിച്ച് പുറത്തു വരുന്നത് അറിവിലല്ല, വെളിപ്പാടിലാണ്. വെളിപ്പാടിൽ നിന്ന് പൗലോസ് വ്യത്യസ്തനാണ്. ഞാനതാ പറഞ്ഞത്, ഇൻഫർമേഷൻ അല്ല നമ്മളിൽ വിടുതൽ കൊണ്ടുവരുന്നത്, നമ്മുടെ അകത്തുള്ള റൈറ്റ് റെവലേഷനാണ്. അങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കണം. ക്രിസ്തുവിൽ ഞാൻ ആരാ? ദൈവം എനിക്ക് എന്താ? യേശു ക്രിസ്തു എന്നിൽ വന്നപ്പോൾ എന്നിൽ എന്തുവാ സംഭവിച്ചേ? ഞാനിപ്പോൾ ആ പഴയ പാപിയല്ല, ഞാനിപ്പോൾ ആ പഴയ മനുഷ്യനല്ല, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുണ്ട്.
ദൈവം എൻ്റെ പിതാവാണ്. ഓ ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവാണ്. ആ പിതാവിൻ്റെ മകനാ ഞാൻ, ആ പിതാവിൻ്റെ മകളാ ഞാൻ. എന്നെ കരുതുന്ന ഒരു അപ്പ എനിക്കുണ്ട്, എന്നെ അത്ഭുതകരമായി നടത്തുന്ന ഒരു അപ്പൻ എനിക്കുണ്ട്. ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡാഡി എനിക്കുണ്ട് എന്ന് ഉറപ്പുള്ളവർ ആ കൈകളൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. സത്യം പറയട്ടെ, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നിങ്ങൾ നോക്കിയാൽ മതി. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവർ ഇനിയുള്ള ഒരു 10-15 മിനിറ്റ് ഒന്ന് വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് താൻ എന്തിനീ ഭൂമിയിലേക്ക് വന്നെന്നും താൻ എവിടെ നിന്ന് വന്നെന്നും താൻ എവിടേക്കാണ് ഇനി തിരിച്ചു പോകുന്നതെന്നും തന്നെ എന്തിനാണ് പിതാവ് അയച്ചതെന്നും വ്യക്തമായി പുത്രൻ അറിയായിരുന്നു. അതുകൊണ്ടല്ലേ കള്ളപ്പിശാച് വന്ന് കർത്താവിനോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ പറ. നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ അപ്പമാക്കാൻ പോയോ? കാരണം പിശാചേ, നിന്റെ മുമ്പിൽ അപ്പമാക്കി കാണിച്ചിട്ട് എനിക്ക് പുത്രനാകണ്ട. ഐ നോ ദാറ്റ്, എനിക്കറിയാം ഞാൻ പുത്രനാന്ന്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ പലരും ആക്ഷേപിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും എറിയാൻ കല്ലുമായിട്ട് നിൽക്കുമ്പോഴും അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ, അവരോടൊന്നും പലപ്പോഴും പലതിനും മറുപടി പറയാതെ, ചിലതിന് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പലതിനും മറുപടി പറയാതെ കർത്താവ് ഇവിടുന്ന് ഒഴിഞ്ഞു പോയതിന്റെ കാരണം അവൻ ദൈവപുത്രനായതുകൊണ്ടാണ്. എല്ലാവരും കൂടെ അവനെ പിടിച്ചു കൊണ്ടുപോയി തലകീഴായി വലിയ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി താഴോട്ട് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചപ്പോഴും പിടിച്ചോണ്ട് പോയവർ, തള്ളി മുമ്പോട്ട് കൊണ്ടുപോയവർ പർവ്വതത്തിന്റെ മുകളിൽ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, കർത്താവിനെ കാണുന്നില്ല. കർത്താവ് അവരുടെ ഇടയിലൂടെ അങ്ങ് പോയി. കാരണം പർവ്വതത്തിന്റെ മേളിൽ നിന്ന് തലയും കുത്തി താഴെ വീഴുമെന്നല്ല പ്രവചനം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എവിടെ ജനിക്കണം, എവിടെ ജീവിക്കണം, എവിടെ ശുശ്രൂഷിക്കണം, എവിടെ മരിക്കണം, ആറകൈ സ്നാനപ്പെടണം, എപ്പോൾ ഉയർക്കണം എന്ന് സ്വർഗാരോഹണം ചെയ്യണം, മുഴുവൻ സാധനവും ലിസ്റ്റ് ഇട്ടിട്ടുള്ള വരവായത്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, അപ്പ നിനക്കൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുവാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞിട്ട് വേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ വറീഡാവും. ഇസ്രായേൽ മക്കൾ മോശയുടെ പുറകെ നടക്കുക. മന്നായും കാളയും വരുമ്പം ലഭിച്ച ഭക്ഷണത്തിനായി സ്വോത്രം ചെയ്യാം എന്ന് പറയുമ്പോൾ സ്വോത്രം 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 പറയും. അത്രയേ ഉള്ളു. പല വിശ്വാസികൾ പുറകെ നിൽക്കും. പക്ഷെ ചെങ്കടൽ വരുമ്പോ പിറുപിറുക്കും. പ്രാർത്ഥിച്ചവനെ വഴക്ക് പറയും, പ്രവചിച്ചവനെ നശിപ്പിക്കും, വായി വന്നതെല്ലാം പറയും, സംശയിക്കും. കാരണം വെളിപ്പാടില്ലാത്ത ഇസ്രായേൽ ജനത്തിന് ചെങ്കടൽ ശവക്കുഴിയാ. പക്ഷെ വെളിപ്പാടുള്ളവന് അത് ഹൈവേയാ. സ്തോത്രം. വെളിപ്പാടില്ലാത്ത ഇസ്രായേൽ ജനത്തിന് അത് അവരുടെ ശവക്കുഴിയാ. വെളിപ്പാടുള്ള മോശയ്ക്ക് അത് ശത്രുവിന്റെ ശവക്കുഴിയാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. യേശുവിന്റെ ശുശ്രൂഷയിൽ ഞാൻ കാണുന്നത് ഇത് തന്നെയാ. കർത്താവ് നിന്നതും മിനിസ്റ്റർ ചെയ്തതും മൂവ് ചെയ്തതെല്ലാം ആ ഒരു റെവലേഷൻ അകത്താ. ഞാനൊരു 2-3 സംഭവങ്ങൾ പറയാം. ഈ സംഭവം ഞാൻ പറയുമ്പം പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളിലൊരു സ്പർശനം ഇന്ന് പകലയക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം ചില സൗഖ്യങ്ങളും നടക്കും. യോഹന്നാൻ 6:1-10 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, അനന്തരം യേശു തിബിരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഈ വാക്യങ്ങളെല്ലാം ഇങ്ങനെ നിർത്തി പ്രസംഗിക്കണം, പറഞ്ഞു പോണം, ശ്രദ്ധയോടെ കേൾക്കണം. ഇത്രയും പേർക്ക് തിന്നുവാൻ അപ്പം എവിടെ നിന്ന് വാങ്ങുമെന്ന് ചോദിച്ചു. 6-ാം വാക്യത്തിൽ പറയുന്നു, ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ, ഇത് ഫിലിപ്പോസിനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് താൻ അറിഞ്ഞിരുന്നു. അതാ ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ലിസ്റ്റ് വിട്ടേച്ചായി വന്ന് നിൽക്കുന്നേ. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. നിങ്ങൾക്കറിയുമോ അതിനെക്കുറിച്ച്?
നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളെ നിങ്ങൾക്കറിയാം, ഇന്നിനെ നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളുടെ നാളകളെ അറിയുന്ന ഒരു ദൈവത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. താൻ എന്ത് ചെയ്യാൻ പദ്ധതി ഒരുക്കിയിരിക്കുന്നെന്ന് തനിക്കറിയായിരുന്നു. ഒരിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു മകൾ, ഒരു പാരമ്പര്യ ക്രിസ്തീയ സമുദായത്തിൽ ജീവിക്കുന്ന ഒരു മകൾ, ആ കോളേജിൽ വെച്ച് അവിടെ നടന്ന പ്രാർത്ഥനയിൽ, ക്യാമ്പസ് ക്രൂസൈഡിന്റെ പോലത്തെ ഒരു യുവജന സംഘടന നടത്തിയ പ്രാർത്ഥനയിൽ, കൂട്ടായ്മയിൽ അവൾ രക്ഷിക്കപ്പെട്ടു. ചില നാളുകൾ കഴിഞ്ഞ കോളേജിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഫൈനൽ ഇയർ അടുത്ത സമയത്ത് ദൈവവചനം അനുസരിച്ച് അവിടെ അടുത്തൊരു ചർച്ചിൽ പോയി സ്നാനപ്പെട്ടു. ഈ സ്നാനപ്പെട്ടിട്ട് വീട്ടിലേക്ക് ഇവൾ വരുന്ന സമയത്ത് എങ്ങനെയോ വീട്ടിലെത്തിയപ്പം ഈ പെങ്കൊച്ചിന്റെ, ഈ സഹോദരിയുടെ അപ്പ അറിഞ്ഞു ഇവള് സ്നാനപ്പെട്ടെന്ന്. വീട്ടിൽ വന്നപ്പോഴേ വാതിലിൽ തന്നെ അപ്പ കയറി നിൽക്കുക. ഒരു കാര്യം നിന്നോട് എനിക്ക് ചോദിക്കാനുണ്ട്, അത് അറിഞ്ഞിട്ട് നീ അകത്തോട്ട് കയറിയാൽ മതി. നീ പഠിക്കാൻ പോയെടുത്ത് നീ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോയോ? അവൾ പറഞ്ഞു പോയി. നീ എവിടെ സ്നാനപ്പെട്ടോ? അവൾ പറഞ്ഞു അതെ, ഞാൻ സ്നാനപ്പെട്ടു. ഈ അപ്പ ആക്രോശിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയുടെ അപ്പൻ പറഞ്ഞു, ഇനി നിന്റെ ഭാവി എന്താകുമെന്ന് നിനക്കറിയോ? ഇനി നിന്റെ ജീവിതം എന്നാകുമെന്ന് നിനക്കറിയോ? എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പം കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പം പെങ്കൊച്ച് വളരെ കൂളായിട്ട് പറഞ്ഞു, അപ്പാ എന്റെ ഭാവി എന്താകുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്റെ ഭാവിയെ അറിയാവുന്നവനെ എനിക്കറിയാം. എന്റെ ഭാവി എന്താകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ ഭാവിയെ അറിയാവുന്നവനെ ഞാൻ അറിഞ്ഞു. എന്റെ നാളുകൾ എന്താകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ നാളുകളെ അറിയുന്നവനാ എന്റെ കയ്യെ പിടിച്ചേക്കുന്നേ. എന്റെ നാളുകൾ എന്താകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ നാളുകളെ അറിയുന്നവനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. താൻ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് താൻ അറിഞ്ഞിരുന്നു. പിന്നെ ഈ ഫിലിപ്പോസിനോട് ചോദിക്കുന്നതേ ഉള്ളൂ. നിങ്ങളോടും അങ്ങനെ ചോദിക്കും കർത്താവ് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ പറയും, പിശാചൊന്നും ആയിരിക്കത്തില്ല, അത് പിശാചൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ കർത്താവ് തന്നെ ആയിരിക്കും. ഇന്ന് ശരിയാവാൻ പോകുന്നില്ല, ഇല്ലയോ? വലിയ ബുദ്ധിമുട്ടായിരിക്കും, പ്രശ്നമാകുമെന്നാ തോന്നുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പം തകർന്നു പോകാൻ സാധ്യതയുണ്ട്, ഉണ്ടാകും. അപ്പോൾ ഉടനെ നിങ്ങൾ കയറി പറയരുത്, ആന്നു എല്ലാം തകർന്നു, എല്ലാം നശിച്ചു, ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യുന്നു പറയും. ചിലപ്പോൾ ദൈവമായിരിക്കും മനസ്സിൽ ചോദിക്കുന്നത്. അബ്രഹാമിനെ പരീക്ഷിച്ചത് ലൂസിഫർ അല്ല. നിന്റെ ഏക മകനെ എനിക്ക് യാഗം കഴിക്കാൻ തരാൻ പറഞ്ഞത് പിശാചല്ല, ദൈവം തന്നെയാണ് അബ്രഹാമിനെ പരീക്ഷിച്ചേ. ഇസ്രായേൽ മക്കളെ ഇത്രയും വർഷക്കാലം മരുഭൂമിയിലിട്ട് കറക്കിയത് വേറെ ആരുമല്ല. അവരെങ്ങനെ, അവരുടെ മൈൻഡ് എന്താ, അവരുടെ സംസാരം എന്താ, അവരെന്തുവാന്ന് അറിയാൻ ദൈവം തന്നെയാണ് ചെയ്തത്. പ്രൈസ് ഗോഡ്. ഇന്ന് ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ വളരെ ഗൗരവമായിട്ട് അത് മനസ്സിലാക്കണം. യേശു എന്താ ചെയ്യാൻ പോകുന്നതെന്ന് യേശുവിനറിയാം. നിങ്ങൾ പറഞ്ഞേ, എനിക്ക് എൻ്റെ ഭാവി എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എൻ്റെ ഭാവി അറിയാവുന്നവനെ എനിക്കറിയാം. ദാറ്റ് ഈസ് മൈ കോൺഫിഡൻസ്. നാളുകളിൽ എന്തുവാ സംഭവിക്കുന്നത്? ചിലർ പറയുന്നുണ്ട് ഈ കോവിഡ് കഴിഞ്ഞ് എന്തുവായിരിക്കും പാസ്റ്റർ, എനിക്കറിയത്തില്ല, പക്ഷെ അത് അറിയാവുന്നവനെ എനിക്കറിയാം. സ്തോത്രം. നാളുകളിൽ എന്തോ ഉണ്ടാകാൻ പോകുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ അത് അറിയാവുന്നവനെ എനിക്കറിയാം. ആ കർത്താവിന്റെ കൈ പിടിച്ചിങ്ങനെ വളരെ ക്വയറ്റായിട്ട് ബ്ലെസ്ഡ് ആയിട്ട് ആ തങ്കച്ചിറകടിക്കകത്ത് കയറി ഇരുന്ന് കൂടെ ചുമ്മാ അങ്ങ് നടന്നാൽ മതി. അങ്ങ് കൊണ്ടുപോയിക്കോളും, എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളും. ഇവിടെ ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് താൻ അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് 7-ാം വാക്യത്തിൽ, യോഹന്നാൻ 6:7 വാക്യത്തിൽ ഫിലിപ്പോസ് അവനോട് ഓരോരുത്തൻ അല്പം അല്പമെങ്കിലും ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകില്ല. അപ്പം കണ്ടോ, ഇൻഫർമേഷൻ കിട്ടി അവന്. എന്തോ അവന് കിട്ടി ഇൻഫർമേഷൻ, അവിടെ എത്ര പേരുണ്ടെന്നുള്ള ഇൻഫർമേഷൻ അവന് കിട്ടി. സാഹചര്യം എന്തുവാന്നുള്ളത് അവന്റെ മൈൻഡിൽ വന്നു. അവന്റെ മൈൻഡിൽ വന്നതനുസരിച്ചാണ് അവനിപ്പോ ഈ പറഞ്ഞത്. ഓരോരുത്തന് അല്പം അല്പം ലഭിക്കണമെങ്കിൽ 1, 2, 3, 4 പിന്നെയും കാൽക്കുലേറ്റ് ചെയ്യുക മൈൻഡ് കൊണ്ട്. ഒരു 200 പണത്തിനെങ്കിലും അപ്പം മേടിച്ചാലേ കാര്യം ശരിയാകത്തുള്ളൂ. ബുദ്ധിയുടെ ചിന്തയാ, ബുദ്ധി പറയുക. ബുദ്ധി പറയുന്നതെല്ലാം ശരിയാണോന്നില്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും സത്യമാണോന്നില്ല. നിങ്ങളുടെ ചിന്തയിൽ പിശാച് വിതയ്ക്കുന്ന ചില കളകളുണ്ടാകാം. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിതയ്ക്കുന്ന കളകളുണ്ടാകാം. നിങ്ങൾ ഉറങ്ങുമ്പോൾ വിതയ്ക്കുന്ന കളകളുണ്ടാകാം. എല്ലാം സത്യമാണോന്നില്ല. ഫിലിപ്പോസ് ആ മൈൻഡ് കൊണ്ട്, മനസ്സുകൊണ്ട്, ചിന്ത കൊണ്ട് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
ലൈഫിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നവരുണ്ട്. ചിന്തകൾ കൊണ്ട് പലതിനെയും കാൽക്കുലേറ്റ് ചെയ്യുന്നവരുണ്ട്. 7-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസ് ചിന്തിച്ചു കൂട്ടുന്നതാണെങ്കിൽ 8-9 വാക്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി. യോഹന്നാൻ 6:8-9 വാക്യങ്ങൾ. ശിഷ്യന്മാരിൽ ഒരുത്തനായി ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ടെങ്കിലും ഇത്ര പേർക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ അടുത്തൊരാളിനെ പരിചയപ്പെടുത്തുന്നു, ആൻഡ്രൂ. അന്ത്രയോസ്, പുള്ളിയുടെ ശുശ്രൂഷ തന്നെ ഇതാ, പരിചയപ്പെടുത്തല. പത്രോസിനെ പരിചയപ്പെടുത്തിയത് പുള്ളിയാ യേശുവിന്. ഈ 5 അപ്പവും 2 മീനുമുള്ള ബാലകനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും പുള്ളിയാണ്. പുള്ളിയുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പലരെയും കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരിക എന്നുള്ള ശുശ്രൂഷയാണ്. അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയ്ക്കകത്ത് ഒത്തിരി അന്ത്രയോസുമാരുണ്ടാകട്ടെ, യൂതമാർ ഇല്ലാതിരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ. ആളുകളെ കൊണ്ടുവരുന്ന, ആൾക്കാരെ ശുശ്രൂഷയിൽ കർത്താവിന് പരിചയപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് ആൻഡ്രൂവിൻ്റെത്. പുള്ളിക്ക് വേറെ ഒന്നും വേണ്ട. പത്രോസിനെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുക, മാറി നിൽക്കുക. പത്രോസ് പ്രയോജനപ്പെടുന്ന കണ്ടാൽ മതി പുള്ളിക്ക്. സ്തോത്രം. 5 അപ്പവും 2 മീനും ഉള്ള ഒരു ബാലകനുണ്ട്, മുഴുവൻ അവിടെ അന്വേഷിച്ചെന്നേ. ഞാൻ പറയട്ടെ, എങ്കിലും ഇത്ര പേർക്ക് എന്തുള്ളൂ എന്ന് പുള്ളി പറയുന്നെങ്കിലും പുള്ളി ഒരു ഭയങ്കര എൻക്വയറി അവിടെ നടത്തി, ഒരു അന്വേഷണം അവിടെ നടത്തി. പുള്ളിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ആ ഇൻഫർമേഷൻ ആണ് യേശുവിന് പാസ് ചെയ്യുന്നത്. ലിസൺ, ഈ 9-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ ആണ്. യേശുവിന് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുവാണ്. എന്തുവായിരുന്നു ഇൻഫർമേഷൻ? ഇവിടെ ഒരു പയ്യനുണ്ട്, ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. 9-ാമത്തെ വാക്യം ഇൻഫർമേഷൻ ആണെങ്കിൽ 10ഉം 11ഉം വാക്യം റെവലേഷനാണ്. യേശുവിന് ആ ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ യേശു പറയുന്നു, ആളുകളെ ഇരുത്തുവീൻ എന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു, 5000-ഓളം പുരുഷന്മാരുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു എന്ത് കാരണത്തിലാ പറയുന്നേ? ഈ 5 അപ്പവും 2 മീനും കൊണ്ട് എന്നാ ചെയ്യാനാ ഈ 5000 പേരുടെ ഇടയിൽ? അതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ട് ഇവരുടെ ഇടയിൽ. അപ്പോ യേശു ക്രിസ്തുവിന്റെ അകത്ത് യേശു ആരാന്ന് അവൻ അറിയാം. ഈ ഇരിക്കുന്ന 5000 പേര് കർത്താവിന് നിസാരമല്ലേ പ്രിയപ്പെട്ടവരെ? 600,000 ജനത്തെ, 30 ലക്ഷത്തിലധികം ജനത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തവന്, 30 ലക്ഷത്തിലധികം പേർക്ക് എവറി ഡേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തവന്റെ അരികില 5000ത്തിന്റെ കഥയുമായി വരുന്നേ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവമാരെന്ന് തിരിച്ചറിയ. 600,000 ജനത്തിന്, ലക്ഷോപലക്ഷം ജനത്തിന് ലിവ്യാഥാനെ തകർത്ത് കാടപ്പക്ഷിയെ ഉണ്ടാക്കി അവരുടെ കൂടാരങ്ങളിൽ പറപ്പിച്ച് കൈയെത്താവുന്ന ദൂരത്ത് അവരുടെ കരങ്ങളിൽ എത്തിച്ച് മന്നായെ വർഷിപ്പിച്ച കർത്താവിനോട് 5000 പേർക്ക് എന്നാ കൊടുക്കുമെന്ന് ആൻഡ്രൂ ചോദിക്കുമ്പോൾ, അന്ത്രയോസ് ചോദിക്കുമ്പോൾ, കർത്താവ് പറയുന്നു, പുരുഷാരത്തോട് ഇരിക്കാൻ പറ. പക്ഷെ എനിക്ക് തുടങ്ങാൻ ചില ഇൻഫർമേഷനുകൾ വേണം. നെഹമ്യാവിന് ഒരു ഇൻഫർമേഷൻ കിട്ടി. എന്തുവാ നെഹമ്യാവിന്റെ ഇൻഫർമേഷൻ? യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, അതിന്റെ വാതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നു, ശത്രു കയറി നശിപ്പിച്ചിരിക്കുന്നു. ഒരു ഇൻഫർമേഷൻ കിട്ടി. ഇൻഫർമേഷൻ കേട്ടപ്പോൾ നെഹമ്യാവ് കയറിയിരുന്നു, ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ഇന്റർസെഷൻ ആരംഭിച്ചു. ഇന്റർസെഷനിൽ ഇരുന്ന നെഹമ്യാവിന്റെ അകത്ത് വലിയൊരു റെവലേഷൻ കയറി. ആ റെവലേഷൻ വേറൊന്നുമല്ലായിരുന്നു, മതിൽ പണിയണമെന്ന റെവലേഷൻ അവന്റെ അകത്തോട്ട് കയറി. ആ റെവലേഷൻ അകത്തുനിന്ന് അവനൊരു പാഷൻ ഉണ്ടായി. ആ പാഷൻ നിവർത്തീകരിക്കാൻ അവിടെ ഇവിടെയായി ചിതറിപ്പാർത്ത ചിലരെ വിളിച്ചുകൂട്ടി അവരിലേക്ക് ഒരു മിഷന്റെ ഒരു അനോയിന്റിങ് ഇമ്പാർട്ട് ചെയ്തു, മതിൽ പണിതു. ആൻഡ്രൂ ഒരു ഇൻഫർമേഷൻ കൊടുത്തു. ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്. യേശു കർത്താവ് പുരുഷാരത്തോട് ഇരിക്കാൻ പറഞ്ഞത് അന്ത്രയോസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല, തനിക്കറിയാം താൻ ആരെന്ന്. യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. ലിസൺ, ബൈബിൾ പറയുന്നു, അവൻ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി. ഈ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്. അറിവുകളിൽ, നാട്ടുകാർ പറയുന്ന കേൾവികളിൽ, മറ്റുള്ളവർ പറയുന്ന ചില ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ ആശ്രയിക്കുന്നവരുണ്ട്. അവരെല്ലാ ന്യൂസ് ചാനലുകളും, എല്ലാ നല്ല വാർത്തകളും തറ വാർത്തകളും എല്ലാം അവർ ലൈക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കറിയണം എന്താണ് സംഭവിക്കുന്നത് അറിയണം.
നാളെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ആത്മീയ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഭൗതിക ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നത്. വീട്ടിലെ ബൾബ് ഫീസായിട്ട് 5 ദിവസമായി, ഇതുവരെ മാറിയിട്ടില്ല. സ്തോത്രം. അമ്മ കട്ടിലേക്ക് കിടപ്പുണ്ട്, മരുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ അറിയണം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഫർമേഷൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവർക്ക് ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇവരിത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. യേശു കർത്താവ് അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി. പക്ഷെ അന്ത്രയോസ് നോക്കിയത് ബാലകന്റെ കയ്യിലിരുന്ന പൊതിയിലേക്ക്, അവന്റെ കയ്യിലുള്ള പൊതിയിലേക്ക്. വെളിപ്പാടില്ലാത്തവൻ താഴോട്ട് നോക്കുമ്പോ അപ്പുറത്തിരിക്കുന്നവന്റെ കയ്യിൽ എന്നാ ഉണ്ടെന്ന് നോക്കുമ്പോ, വെളിപ്പാടുള്ളവൻ ആരുടെ കയ്യിൽ എന്നാ ഉണ്ടെന്ന് നോക്കുകയല്ല, അവൻ സ്വർഗത്തിലേക്ക് നോക്കും. സ്വർഗത്തിലേക്ക് നോക്കുന്നവന്റെ കരത്തിന് മാത്രമേ വർധനവിനെ കൊണ്ടുവരാൻ പറ്റൂ. സ്തോത്രം. യേശു സ്വർഗത്തിലേക്ക് നോക്കി. അന്ത്രയോസ് ഇൻഫർമേഷൻ കൊടുത്തു. യേശു താൻ ആരെന്നുള്ള വെളിപ്പാടിൽ അപ്പമെടുത്ത് ഉയർത്തിപ്പിടിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും പറയൂ, 5000 പേര് വന്നിരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ, 5000 പേര് മീറ്റിങ്ങിന് വന്നിരിപ്പുണ്ട്. ആ മീറ്റിങ്ങിന് വന്നിരിക്കുന്ന സമയത്ത് ഞാൻ പറയാണ്, നമുക്ക് ഇവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണമല്ലോ എന്ന് പറയുമ്പം പറയാൻ പോലും നിങ്ങൾ വരത്തില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ 2 ഷവർമ ഇരിപ്പുണ്ട്, എന്നാ ചെയ്യണമെന്ന് പറയൂ. 5000 പേരിരിക്കുന്നിടത്ത് പറയാൻ പോലും തയ്യാറാകത്തില്ല. കാരണം ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നറിയാം. പ്രൈസ് ഗോഡ്. പക്ഷെ യേശു കർത്താവ് പുരുഷാരത്തെ ഇരുത്തിയതും അപ്പമെടുത്ത് ഉയർത്തിയതും വെളിപ്പാടില്ല. തനിക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷങ്ങൾക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത കർത്താവ്. ഹല്ലേലൂയ. രണ്ടാമതൊരു സംഭവം ഞാൻ പറയട്ടെ. ഇതൊരു ദൈവനോട് ഇത് സംസാരിക്കുമ്പോൾ അസാധാരണമായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 35 മുതൽ 38 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, അവൻ എരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. മനസ്സിലാവുന്നോ? പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇത് എന്ത് എന്നവൻ ചോദിച്ചു. ഓരോ വാക്കുകൾ ശ്രദ്ധിച്ചോണം. ഇതെന്ത് എന്നവൻ ചോദിച്ചു. 37-ാം വാക്യത്തിൽ നസ്രയനായ യേശു കടന്നു പോകുന്നെന്ന് അവർ അവനോട് അറിയിച്ചു. 38-ാം വാക്യം, അപ്പോൾ അവൻ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. 39-ാം വാക്യം, മുന്നടക്കുന്നവർ മിണ്ടാതിരിപ്പാൻ അവനെ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. നമുക്കറിയാം, ഈ ജെരിക്കോ എന്ന് പറയുന്ന സ്ഥലം ഒത്തിരി പുരോഹിതന്മാരും ലേവ്യരും ഒത്തിരി ഉണ്ടായിരുന്ന സ്ഥലമാണ്. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ തന്റെ ഏറ്റവും ഒടുവിലത്തെ ജെരിക്കോയിലൂടെയുള്ള യാത്രയാണിത്. ഈ യാത്രയിൽ ഒരു കുരുടൻ, അവൻ വഴിയരികെ ഇരുന്നുകൊണ്ടിരുന്ന മനുഷ്യനാണ്, യാചകനാണ്. 36-ാം വാക്യം, ഇനി ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ചോണം. 36-ാം വാക്യത്തിൽ പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. കാരണം നമുക്കറിയാം, അവന് കാണാൻ മേല. അവൻ കേട്ടിട്ട്, എന്താ സംഭവം ഒന്ന് പറഞ്ഞേ, എന്താ ഒരു ബഹളം, എന്താ സംഭവം, എന്താ ഭയങ്കര ബഹളം കേൾക്കുക, ആൾക്കാർ കൂട്ടമായി പോകുന്ന ബഹളം. സ്തോത്രം. എന്താ സംഭവം, എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു. ആരായി പോന്നേ, എന്താ സംഭവം? ഉടനെ 37-ാമത്തെ വാക്യത്തിൽ അവനൊരു ഇൻഫർമേഷൻ കിട്ടി. They informed him. നസ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് അവനോട് അറിയിച്ചു. അവന് കിട്ടിയ ഇൻഫർമേഷൻ എന്തുവാ? അവനോട് ഇൻഫോം ചെയ്തേ, നസ്രയനായ യേശു കടന്നു പോകുന്നു. പക്ഷേ 38-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ അവൻ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് വിളിച്ചു. അവൻ വിളിച്ചതെന്തുവാ? നസ്രയനായ യേശുവേ എന്നാണോ വിളിച്ചേ? അവൻ വിളിച്ചതെന്തുവാ? ദാവീദ് പുത്ര, യേശുവേ, എന്നോട് കരുണ തോന്നണമെന്ന് വിളിച്ചു. ഇൻഫർമേഷൻ, അവന് ലഭിച്ച ഇൻഫർമേഷൻ നസ്രയനായ യേശു എന്നുള്ളതാണ്. പക്ഷേ അത് കേട്ടപ്പോ അവൻ വിളിച്ചത് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലല്ല, റെവലേഷന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം നസ്രയത്തിൽ നിന്ന് വരുന്നവൻ അന്ധന്റെ കണ്ണ് തുറക്കാൻ പറ്റുകയില്ല. നസ്രയത്തിൽ നിന്ന് വരുന്നവൻ ചെകിടന്റെ ചെവി കേൾപ്പിക്കാൻ പറ്റുകയില്ല. പക്ഷേ അത് നസ്രയനായ യേശുവാണ് എന്ന് കേൾക്കുമ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. എവിടെയോ അവൻ കേട്ടിട്ടുണ്ട്, എവിടെയോ അവൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങ് ബത്ലഹേമിൽ ദാവീദിന്റെ ദേശത്തിൽ ജനിച്ച, അപ്പത്തിന്റെ വീട്ടിൽ ജനിച്ച ദൈവപുത്രനായ യേശുവിനെ കുറിച്ച്.
പറഞ്ഞു കൊടുത്തത്, ചൊല്ലിക്കൊടുത്തത്, പറഞ്ഞു കൊടുത്തത് നസറേനായ യേശു എന്നാണെങ്കിലും ഏറ്റു പറഞ്ഞത്, വിളിച്ചു പറഞ്ഞത് അവര് പറഞ്ഞു കൊടുത്തതല്ല. സ്തോത്രം. വല്ലവനും ചൊല്ലിത്തരുന്നത്, ഏറ്റു ചൊല്ലുന്നതല്ല വെളിപ്പാട്. നിന്റെ അകത്തുനിന്ന് വരേണ്ട നിന്റെ ചിന്തകളാ വെളിപ്പാട്. ഇത് എല്ലാവർക്കും പിടികിട്ടുകയില്ല. ഇത് ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. പറഞ്ഞു കൊടുത്തത് നസറേനായ യേശു എന്ന, വിളിച്ചത് അതല്ല. ഹല്ലേലൂയ. ദാവീദ് പുത്ര യേശു എന്ന്. എന്താ അതിന്റെ കാരണം എന്നറിയാമോ? ഇവന്റെ പുറമേ ഉള്ള കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ലേവ്യരും പുരോഹിതന്മാരും ഒക്കെയുള്ള സിനഗോഗുകളൊക്കെയുള്ള സ്ഥലമാണ് ഈ ജെറിക്കോ. അവിടെ അവൻ എവിടെയോ അറിഞ്ഞിരിക്കുന്നു. ദാവീദ് ഗോത്രത്തിൽ നിന്ന് യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 22:22, ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. ഞാൻ ദാവീദ് ഗോത്രത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. യെശയ്യാ 22:22 പറയുന്നു, അവൻ തുറന്നാൽ ആരും അടക്കിയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കില്ല. അതുകൊണ്ട് അവൻ ഉറക്കെ വിളിച്ചു, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ. ആ വിളിക്കകത്തൊരു വെളിപ്പാടുണ്ട്. ആ വിളിക്കകത്തൊരു വെളിപ്പാടുണ്ട്. ആ വെളിപ്പാടിൽ നിന്നുകൊണ്ടാ അവൻ വിളിക്കുന്നത് തന്നെ. സ്തോത്രം. പാരമ്പര്യവാദികൾ നിങ്ങൾക്ക് തരുന്ന വെളിപ്പാടിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. ആരോ എവിടെ ഓതി തന്ന എന്തെങ്കിലും ചിന്തകളിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. യേശു ക്രിസ്തു ജീവനുള്ള ദൈവമെന്നുള്ള വ്യക്തിപരമായ അനുഭവത്തിലും വെളിപ്പാടിലുമാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുന്നു പ്രിയപ്പെട്ടവരെ? കാരണം യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 35:3 മുതൽ 6 വരെയുള്ള ഭാഗം ദൈവദാസൻ എന്ന് വായിക്കുമോ? ആ ഒരു റെവലേഷൻ ഈ തിമായുടെ മകനായ ബർത്തിമായുടെ അകത്തുണ്ടായിരുന്നു. വെരി ഇമ്പോർട്ടന്റ്. തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ, മനോഭീതി ഉള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും. ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അകത്ത കണ്ണ് തുറന്നവനായിരുന്നു ബർത്തിമായി. അവൻ വാ തുറന്ന് വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ. അവന്റെ അകത്തുള്ള വെളിപ്പാട് അവൻ തുറന്നാൽ, ദാവീദ് ഗോത്രത്തിൽ നിന്ന് വരുന്നവൻ, ദാവീദിന്റെ സന്തതിയിൽ നിന്ന് വരുന്നവൻ, അവൻ തുറന്നാൽ ആരും അടക്കില്ല, അവൻ അടച്ചാൽ ആരും തുറക്കത്തില്ല. അവന് മാത്രമേ അന്ധന്റെ കണ്ണ് തുറക്കാൻ കഴിയൂ, ചെകിടന്റെ ചെവി കേൾപ്പിക്കാൻ കഴിയൂ. തിമായുടെ മകനായ ബർത്തിമായിയെ പലരും ശാസിച്ചു കേട്ടോ. മിണ്ടരുതെന്ന് പറഞ്ഞു, സ്തോത്രം പറയരുതെന്ന് പറഞ്ഞു, ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു, ബഹളം വെക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ടും അതിലും ഉച്ചത്തിൽ, അധികം ശബ്ദത്തിൽ അവൻ നിലവിളിച്ചു. ദൈവം അവനെ കൊണ്ടത് ചെയ്യിച്ചതാ. കാര്യം എന്നറിയാമോ? ഇത് യേശു കർത്താവിന്റെ ഏറ്റവും ഒടുവിലത്തെ ജെറിക്കോയിലൂടെയുള്ള യാത്രയാണ്. നിങ്ങൾ അടുത്തടുത്ത അധ്യായങ്ങൾ വായിച്ചു നോക്കി. അടുത്ത അധ്യായത്തിലേക്ക് ഓശാന വരുന്നു, അത് കഴിഞ്ഞ് പെസഹ വരുന്നു, അത് കഴിഞ്ഞ് ക്രൂശീകരണം വരുന്നു. പിന്നെ യേശു കർത്താവ് ജെറിക്കോയിൽ പോയിട്ടില്ല. തിമായുടെ മകനായ ബർത്തിമായിയെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു അത്. ലാസ്റ്റ് ചാൻസ് എന്നൊക്കെ പറയും. ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു അന്ത്യകാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു അന്ത്യകാല ഉണർവിന്റെ സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. സ്തോത്രം. ഈ സമയത്ത് ദൈവം നിങ്ങൾക്ക് തന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾ ഉപയോഗിച്ചോണം. പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാൻ, പ്രാപിക്കാൻ, വളരാൻ, പഠിക്കാൻ, ദൈവത്തിൽ നിന്ന് ചിലത് സ്വീകരിക്കാൻ ദൈവം നിങ്ങൾക്ക് തന്ന അവസരങ്ങളെ നിങ്ങൾ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ചില ലോക്ക്ഡൗണുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചെങ്കിൽ, ചില ഒറ്റപ്പെടലിന്റെ കരീത്തുകൾ അനുവദിച്ചെങ്കിൽ, ദൈവം നിങ്ങൾക്ക് ധാരാളം സമയം തന്നെങ്കിൽ, കിടന്നുറങ്ങാനല്ല, വഴക്കുണ്ടാക്കാനല്ല, ചിലത് പ്രാപിക്കാനാ ദൈവം അത് തന്നത്. ഈ അറിവിലും ബുദ്ധിയിലും ആശ്രയിക്കുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് വല്ലാത്തൊരു കാലമാണ്. അറിവിലും ബുദ്ധിയിലും ആശ്രയിക്കുന്നവർ, ഫിലിപ്പോസിനെ പോലുള്ളവർ എത്ര പേർക്ക് കൊടുക്കും, ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, സാഹചര്യം കണ്ട്, ക്രൗഡ് കണ്ട് പറയുന്ന. അറിവിലും ബുദ്ധിയിലും ആശ്രയിക്കുന്നവർ പറയുന്നു ഇത് വല്ലാത്തൊരു കാലം. പക്ഷേ വെളിപ്പാടിൽ നിൽക്കുന്നവൻ പറയുന്നു ഇത് ദൈവവചനം നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം.
ഇത് ദൈവീക കരുതലിന്റെ കാലം. ദൈവത്തോട് ബന്ധമുള്ളവൻ പറയുന്നു ഇതൊരു വല്ലാത്ത കാലമല്ല, ഇതൊരു ഒരു പരാജയത്തിന്റെ കാലമല്ല, ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ചിലത് നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം. എത്ര പേർ ഏറ്റെടുക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. അപ്പോ തിമായിയുടെ മകനായ ബർത്തിമായിക്ക് ലഭിച്ച ഇൻഫർമേഷൻ നസറയനായ യേശു. പക്ഷെ വിളിച്ചത് അവർ കൊടുത്ത ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലല്ല, അവന്റെ അകത്തുള്ള വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. ദാവീദ് പുത്ര യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചത്. കാരണം ദാവീദ് ഗോത്രത്തിൽ നിന്ന് വരുന്ന ആ ദാവീദ് പുത്രന് മാത്രമേ തുറക്കാനും അടയ്ക്കാനും കഴിയത്തുള്ളൂ. മൂന്നാമതൊരു സംഭവം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായമാണ്. അതിന്റെ 3-5 വാക്യങ്ങൾ. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ഗലീലയിലെ കാനാവിൽ കല്യാണം നടക്കുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. മേരി ഇൻഫോം ടു ഹിം ദേ ഹാവ് നോ വൈൻ. മറിയം ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഒരു ഇൻഫർമേഷൻ. എന്തുവായിരുന്നു കൊടുത്ത ഇൻഫർമേഷൻ? മകനെ, ഇവിടെ വീഞ്ഞില്ല, വീഞ്ഞ് തീർന്നു പോയി. എന്നാൽ ഞാൻ ഇനി വേറെ ഒരു റൂട്ടും എടുക്കാതെ മറിയത്തെ തന്നെ എടുക്കുകയാണ്. ഒരു വ്യക്തിയിലുള്ള 2 അനുഭവങ്ങൾ. യേശുവിന് ഇൻഫർമേഷൻ കൊടുത്ത ഇൻഫർമേഷൻ വീഞ്ഞില്ല എന്ന ഇൻഫർമേഷൻ. എന്നാൽ ഈ ഇൻഫർമേഷൻ കൊടുത്ത ഇതേ മറിയത്തിന് യേശു ആരെന്നുള്ള റെവലേഷനും ഉണ്ടായിരുന്നു. ആ റെവലേഷനാണ് 5-ാമത്തെ വാക്യം. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. ഒരേ വ്യക്തിയിലുള്ള 2 അനുഭവങ്ങൾ. മേരി ഇൻഫോം ചെയ്തു. She informed to him they have no wine. എന്നാൽ അതേ വ്യക്തിക്ക് വെളിപ്പാടും ഉണ്ടായിരുന്നു. അവിടെ ആ വീട്ടിൽ നിൽക്കുന്നതിൽ മറിയത്തിന് അറിയാവുന്ന പോലെ യേശുവിനെ അറിയാവുന്ന ആരുമില്ല. അറിയോ? യേശു ആരെന്നും, യേശു എങ്ങനെയാ ജനിച്ചതെന്നും, യേശു ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും പാപികളുടെ രക്ഷകനാണെന്നും വീണ്ടെടുപ്പുകാരനെന്നും യേശു അത്ഭുത മന്ത്രിയെന്നും അവൻ ജീവനുള്ള ദൈവമെന്നും മറിയത്തെ പോലെ അറിയാവുന്ന വേറൊരൊറ്റ വ്യക്തി ആ വീട്ടിൽ പോയില്ല. പക്ഷേ ഇൻഫർമേഷൻ മേരി കൊടുത്തിട്ട് ശുശ്രൂഷകരോട് റെവലേഷൻ പറയുകയാണ്. നിങ്ങൾക്കറിയോ അവനെ? നിങ്ങൾക്കറിയത്തില്ല, എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരാം. അവൻ എന്തേലും പറഞ്ഞാൽ അതങ്ങ് ചെയ്തോണം. ആ വാക്കങ്ങ് കേട്ടാൽ മാത്രം മതി, അതൊരു അത്ഭുതമായിരിക്കും. കർത്താവ് ഇന്നൊരു അത്ഭുതം ചെയ്യാൻ പോവാന്ന് വാ തുറന്നൊരു ദൈവദാസന് പറയാൻ പറ്റണമെങ്കിൽ അവൻ ക്രിസ്തുവിലുള്ള വെളിപ്പാടിൽ ജീവിക്കുന്നവനായിരിക്കണം. ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവം ചില പ്രവർത്തികൾ ചെയ്യുമെന്നും ഇന്നിവിടെ രോഗി സൗഖ്യമാകുമെന്നും ഭൂതം വിട്ടുപോകുമെന്നും യേശു പ്രവർത്തിക്കുമെന്നും എഴുന്നേറ്റ് ഇന്ന് പ്രസംഗിക്കാൻ പറ്റണമെങ്കിൽ തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റു. ജീസസ് ഈസ് അലൈവ്, ഈസ് എ ലിവിംഗ് ഗോഡ് എന്നുള്ള വെളിപ്പാടുള്ളവരെ അത് പറയാൻ പറ്റുള്ളൂ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരിൽ ചില മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം മറിയത്തിന് ലഭിച്ച വെളിപ്പാടാണ്. ലിസൺ, ശ്രദ്ധിക്കൂ. മറിയത്തിന് ലഭിച്ച വെളിപ്പാടാണ് വെള്ളത്തിന് ഉണ്ടായ ട്രാൻസ്ഫോർമേഷൻ. അവൻ നിങ്ങളോട് എന്തേലും പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുവീൻ എന്ന് ശുശ്രൂഷക്കാരോട് പറഞ്ഞു. തിരിച്ചൊന്നും പറയരുത്. കർത്താവ് കിണറ്റിൽ നിന്ന് പച്ചവെള്ളം കോരി ഒഴിച്ച് വെള്ളം കൊണ്ടുപോയി വീഞ്ഞിന് പകരം കുടിക്കാൻ കൊടുക്കുന്ന പറഞ്ഞിട്ടും ഈ ശുശ്രൂഷക്കാര് മറുതലിച്ച് തിരിച്ച് ഒരു തിയോളജിയും പറയാതെ വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ചത് ആ ശുശ്രൂഷകൾക്ക് മറിയം കൊടുത്തൊരു ഇൻഫർമേഷനാണ്. ഹല്ലേലൂയ. നല്ലത് പറയൂ സഹോദരങ്ങളെ. മറ്റുള്ളവരെ എൻകറേജ് ചെയ്യൂ, മറ്റുള്ളവരെ ശക്തീകരിക്കൂ. നെഗറ്റീവ് പറഞ്ഞ് വേറൊരുത്തിനെ ഇടിച്ച് താക്കാതിരിക്കൂ. മറ്റുള്ളവരുടെ ശുശ്രൂഷകളിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കൂ. പുതിയ ഒരു തലമുറ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് വരുന്നത് കാണാൻ നിങ്ങൾ കൊതിക്കൂ, പ്രാർത്ഥിക്കൂ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് വ്യക്തമായി സംസാരിച്ചൊരു കാര്യമാണ്. ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വെളിച്ചത്തെയും ഇരുട്ടിനെയും തമ്മിൽ ദൈവം വേർപിരിച്ചു. എന്തിനാണെന്നറിയാമോ? വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു, ഇരുട്ട് നല്ലതാന്ന് ദൈവം കണ്ടില്ല. ഇരുട്ടിനെ നോക്കി നല്ലതാന്ന് ദൈവം പറഞ്ഞില്ല കേട്ടോ. പക്ഷെ വെളിച്ചത്തെയും ഇരുട്ടിനെയും ദൈവം സെപ്പറേറ്റ് ചെയ്തു. എഴുതി വെച്ചോണം, നോട്ട് ചെയ്ത് വെച്ചോണം.
ഈ കാലഘട്ടത്തിൽ ഇരുട്ടും വെളിച്ചവും കൂടെ ഒന്നിച്ചു പോകുകയില്ല. കർത്താവ് തനിക്ക് വേണ്ടി നിൽക്കാനുള്ള ചിലതിനെ ചിലയിടത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യും. തനിക്ക് വേണ്ടി നിൽക്കാനുള്ള ചിലതിനെ, ഒരു പുതിയ തലമുറയെ കർത്താവ് ഒരുക്കി അവരെ സെപ്പറേറ്റ് ചെയ്യും. പിശാച് എപ്പോഴും, ഡോക്ടർ ബ്ലെസൻ, പാസ്റ്റർ ജിജി, പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്നാണെന്നറിയാമോ? ഇത് ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ ഞാനതിനെ ഭയങ്കര ഗൗരവത്തോടെ കണ്ട് എഴുതി വെച്ചു. സാത്താൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു നെക്സ്റ്റ് ജനറേഷനെയാണ്. തൻ്റെ ജനത്തിന് ഇവൻ എഴുന്നേറ്റ് വന്നാൽ, ഈ പുതിയ തലമുറ എഴുന്നേറ്റ് വന്നാൽ അവനൊരു ഭീഷണിയാകുമെന്ന് ഇപ്പൊ തന്നെ പിശാചിനറിയാം. മോശ എഴുന്നേറ്റ് വന്നാൽ അവൻ ഭീഷണിയാകുമെന്നറിയാം. ഫറവോനെ കയ്യിലെടുത്തു, കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയാൻ പദ്ധതിയിട്ടു. എന്നാ ശ്രദ്ധിച്ച് കേട്ടോണം, ഫറവോ മോശയെ കൊല്ലാൻ പദ്ധതിയിട്ടെങ്കിൽ, കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലാൻ പദ്ധതിയിട്ടെങ്കിൽ, മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ ആ കുഞ്ഞിനെ വളർത്താൻ പദ്ധതിയിട്ടു. നീ തകർക്കാൻ പദ്ധതിയിട്ടെടുത്ത് എന്റെ ദൈവം തുടങ്ങാൻ പദ്ധതിയിടും. നീ തീർക്കാൻ പദ്ധതിയിട്ടെടുത്ത് ദൈവം ചിലത് ആരംഭിക്കാൻ പദ്ധതിയിടും. In the name of Jesus, I release that prophecy. I release that. ചിലരിലേക്ക് ഞാനത് പകരുക. അടുത്ത തലമുറയെ അവൻ ഭയക്കുന്നു. ഒരു പ്രവാചകൻ എഴുന്നേറ്റ് വരുമ്പം, ഒരു ശുശ്രൂഷകൻ എഴുന്നേറ്റ് വരുമ്പം, ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വരുമ്പം, ഒരു ചെറുപ്പക്കാരി എഴുന്നേറ്റ് വരുമ്പോൾ, ഒരു ദൈവവൈതൽ എഴുന്നേറ്റ് വരുമ്പോൾ, എന്തുകൊണ്ട് അവനെ ആക്ഷേപിച്ചോ, പരിഹസിച്ചോ, പുച്ഛിച്ചോ, ഡിസ്കറേജ് ചെയ്തോ ഇല്ലായ്മ ചെയ്യാൻ പിശാച് ശ്രമിക്കുന്നു? എത്രയോ പേര് വേറെ ഉണ്ട്. എന്താ അവർക്കിട്ട് പോകാത്തെ? പിശാച് ഭയക്കുന്നു, സാത്താൻ ഭയക്കുന്നു. നെക്സ്റ്റ് ജനറേഷൻ, അടുത്തൊരു തലമുറയെ സാത്താൻ ഭയക്കുന്നു. കാര്യം എന്നറിയാമോ? മോശ കഴിഞ്ഞപ്പം പിശാച് കരുതി, ഓക്കെ, ഇനി ആരും ദൈവശബ്ദം കേൾക്കത്തില്ലല്ലോ, സ്വത്രം. അപ്പോഴാ ജോഷുവ എഴുന്നേറ്റ് വരുന്നത്. പിശാചിന് ഭീഷണിയായി. അടുത്ത തലമുറയിൽ ഓരോന്ന് എഴുന്നേറ്റ് വരും. യേശു കർത്താവ് ക്രൂശിൽ മരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, കാൽവറി യാഗമായി കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണർവെല്ലാം തീർന്നെന്ന് കരുതി, അപ്പോഴാണ് യേശുവിനെ പോലെ പ്രവർത്തിക്കുന്ന 11 ഇറങ്ങി വരുന്നത്. പിന്നെ അവരെ തട്ടാനായി യേശുവിനെ കൊന്നു കഴിഞ്ഞപ്പോ പിശാച് യേശുവിന്റെ മരണം പിശാചിന്റെ പരാജയമായിരുന്നു. ഞാൻ അതിലോട്ട് വരുന്നില്ല. യേശുവിന്റെ മരണം സാത്താന്റെ തകർച്ചയായിരുന്നു, ദൈവരാജ്യത്തിന്റെ വിജയമായിരുന്നു. പക്ഷേ അപ്പോസ്തലനായ യാക്കോബ് മരിച്ചു കഴിഞ്ഞപ്പോ ഒരുത്തൻ തീർന്നല്ലോ, അവനെ ഒതുക്കിയല്ലോ. അടുത്തടുത്ത ആൾക്കാർ എഴുന്നേറ്റ് വന്നു. യാക്കോബിന്റെ തല വെട്ടി കൊന്നപ്പോ കരുതി യാക്കോബ് തീർന്നു, യാക്കോബ് കഴിഞ്ഞു, ഇനി അങ്ങനെ ഒരുത്തനില്ല, ഇനി അവന്റെ പ്രസംഗം കേൾക്കണ്ട, ഇനി അവനിലൂടെ ആരും ശുശ്രൂഷയെ പുറത്തു വരത്തില്ല, ഇനി അവനിലൂടെ ആരും വിടുതൽ പ്രാപിക്കത്തില്ല, ഇനി അവനിലൂടെ ആരും സൗഖ്യം പ്രാപിക്കത്തില്ല. അവനേക്കാൾ യാക്കോബ് ഒറ്റ ലേഖനം എഴുതിയെങ്കിൽ 14 ലേഖനം എഴുതുന്നവനെ അപ്പുറത്ത് അഭിഷേകം ചെയ്തു. 14 ലേഖനം എഴുതുന്ന കപ്പാസിറ്റി ഉള്ളവനെ ദൈവം അപ്പുറത്ത് അഭിഷേകം ചെയ്തു. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. അടുത്തൊരു തലമുറയെ സാത്താൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അവനെ ഒതുക്കാൻ, അവനെ തീർക്കാൻ, അവനെ തകർക്കാൻ സകല ശ്രമങ്ങളും നടക്കുന്ന. പക്ഷേ നീ എഴുതി വെച്ചോ, നീ തകർക്കാൻ പദ്ധതി ഒരുക്കിയെടുത്ത് ദൈവം അവനെ വളർത്തും. ഓ ഫറവോയെ, നീ എവിടെയാണോ മോശയെ തകർക്കാൻ പദ്ധതി ഒരുക്കിയത്, അവിടെ തന്നെ ദൈവം അവനെ വളർത്തും. അവിടെ തന്നെ വളർത്തും. താങ്ക് യു ലോർഡ് ജീസസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി. ഇന്ന് ലൈവിൽ എത്ര പേര് കാണുന്നെന്ന് എനിക്കറിയത്തില്ല. കർത്താവേ, ഈ പുതിയ തലമുറയിലെ എല്ലാ ശുശ്രൂഷകർക്കായും പ്രാർത്ഥിക്കണം. ആത്മീകമായി എഴുന്നേറ്റ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുത്തൻ ഒരു പാട്ട് പാടുമ്പോൾ, ഒരുത്തൻ ഒരു പ്രവചനം പറയുമ്പോൾ, ഒരുത്തൻ ഒരു വ്യക്തി ഒരു ദൂത് പറയുമ്പോൾ, ഒരു വെളിപ്പാട് പറയുമ്പോൾ, ഒരു വചനം പറയുമ്പോൾ അവനെ ഡിസ്കറേജ് ചെയ്ത് അവനെ കൊല്ലുകയല്ല വേണ്ടത്. ദർശനം കൊല്ലികളെ അല്ല ദൈവത്തിന് വേണ്ടത്, കൈതാങ്ങുന്നവരെയാ ദൈവത്തിന് വേണ്ടത്. ഞാൻ കഴിഞ്ഞാൽ ഇനി ആരും വേണ്ട, ഞാൻ മാത്രം മതി എന്നല്ല. ഒരു വാഴയാണെങ്കിൽ
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാഴയാണെങ്കിൽ വാഴയുടെ മൂട്ടി വാഴ വിത്ത് വരണം. ചേമ്പാണെങ്കിൽ ചേമ്പിന്റെ മൂട്ടി ചേമ്പും വിത്ത് വരണം. എല്ലാ ഫ്രൂട്ടിനും, എല്ലാ വൃക്ഷത്തിനും. ഒരു മാവാണെങ്കിൽ അടുത്ത മാവിനെ ഉണ്ടാക്കാനുള്ളത് ആ മാവിലുണ്ട്. മാവാന്നേ ഉണ്ട്. നീ ഒരു പാസ്റ്റർ ആണെങ്കിൽ ഞാൻ പാസ്റ്റർ എന്ന് പറഞ്ഞ് നടക്കുകയല്ല വേണ്ട, അടുത്തൊരു പാസ്റ്ററെ എഴുന്നേൽപ്പിക്കണം. നിങ്ങളൊരു പ്രവാചകനാണെങ്കിൽ ഞാൻ മാത്രം നോ, അടുത്തൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കണം. നിങ്ങളൊരു ഇവാഞ്ചലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ മറ്റൊരു ഇവാഞ്ചലിസ്റ്റിനെ എഴുന്നേൽപ്പിക്കണം. ജീസസ്. നിങ്ങളൊരു വർഷിപ്പ് ലീഡർ ആണെങ്കിൽ നിങ്ങളൊപ്പം നിൽക്കുന്ന ചിലരെ ആ വർഷിപ്പ് ലീഡ് ചെയ്യാൻ നിങ്ങൾ അവരെ എക്വിപ്പ് ചെയ്യണം. അവിടെ കൺഫേം ചെയ്യപ്പെടുന്നത് നിങ്ങളിലുള്ള കോളിംഗ്, നിങ്ങൾ ആരെന്നുള്ള കോളിംഗ്. സ്തോത്രം. I am praying for next generation. I am praying for my generation. എൻ്റെ തലമുറയിൽ നിൽക്കുന്നവരെയും അടുത്ത തലമുറയിൽ എഴുന്നേറ്റ് വരുന്നവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്ക് ദൈവരാജ്യം പണിയാൻ പറ്റത്തില്ല സഹോദര. ഒറ്റയ്ക്ക് ദൈവരാജ്യം പണിയാൻ പറ്റത്തില്ല സഹോദരി. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. നെഹമ്യാ പറയുന്നു, വരുവീൻ. അതൊരു ഗ്രൂപ്പിനോടുള്ള കോളിംഗ്. വരുവീൻ, സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. വരുവീൻ. ആ പണിയുടെ ഇടയിൽ കയറുന്ന സൻബല്ലത്തുമാർ, തോബിയാവുമാർ, ആ പണിയെ തകർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ നിൽക്കുമ്പോൾ വിളിക്കപ്പെട്ടവരെ, ചേർക്കപ്പെട്ടവരെ, ഒരുക്കപ്പെട്ടവരെ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്ന വിടവുകളെ അടച്ച് ആ വിടവുകളിൽ നിൽക്കുക. ദൈവസഭയെ പണി. ഞാൻ പറഞ്ഞതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഞാൻ ഇത് കുറച്ച് സമയം എടുത്ത് ശുശ്രൂഷിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ഈ നമുക്ക് ലഭിച്ച വെളിപ്പാടിൽ, ഞാൻ പാസ്റ്റേഴ്സിലേക്ക് വരികയാണ്. നമുക്ക് ലഭിച്ച വെളിപ്പാടിൽ യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന എന്തുവാ? നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച അതല്ലേ എടുത്ത കൂടുതൽ ഭാഗവും. പാപികളെ രക്ഷിപ്പാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, നിത്യജീവൻ തരുവാൻ, ശാപത്തെ അനുഗ്രഹമാക്കുവാൻ, നമ്മെ നീതീകരിപ്പാൻ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ ശുശ്രൂഷകളിൽ ഞാൻ പ്രസ്താവിപ്പാനിടയായി. ഞാൻ ദൈവദാസന്മാരോട് ചോദിക്കട്ടെ, നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു കാര്യം യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമി വന്നത്, എന്നിൽ വന്നതെന്നൊക്കെയാണ്. നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞ് യേശു ക്രിസ്തു എന്തിനായി ഭൂമി വന്നതെന്ന് ലൈവായിട്ട് തന്നെ ആൾക്കാർ കേൾക്കട്ടെ. പാസ്റ്റർ പറഞ്ഞു, എന്തിനാ കർത്താവ് ഈ ഭൂമി വന്നേ? പാപികളെ രക്ഷിക്കുവാൻ, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ, പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ പൂർത്തീകരിക്കുവാൻ. ഓക്കെ, ക്രിസ്റ്റി പാസ്റ്ററിന് എന്നാ പറയാനുള്ളത്? കർത്താവ് എന്തിനൊക്കെ ഭൂമി വന്നേ? കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ പാപങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ, നമുക്കൊരു നിത്യത ഒരുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ശാപങ്ങളിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവരാൻ, വ്യർത്ഥവും നടപ്പിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ. വിനോദ് പാസ്റ്റർ എന്നാ പറയാനുള്ളത്? പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ട്, പിതാവിന്റെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ യേശു ഈ ഭൂമി വന്നത് പിതാവിന്റെ ഹിതം ഈ ഭൂമി വെളിപ്പെടുത്താനാ. പിതാവിന്റെ ഇഷ്ടം അത് ഞാൻ എടുത്തു പറഞ്ഞു. അവൻ അന്ധന്മാർക്ക് കാഴ്ച കൊടുത്തു, ചെകിടന്മാർക്ക് കേൾവി കൊടുത്തു, ഊമരെ സംസാരിപ്പിച്ചു. നമുക്കറിയാം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നടപ്പിലാക്കിയത് പിതാവിന്റെ ഇഷ്ടമാണ്. പിതാവിന്റെ ഹിതമാണെങ്കിൽ അന്ധന്റെ കണ്ണ് തുറക്കുന്നത് ദൈവത്തിന്റെ ഹിതമാണ്, ചെകിടന്റെ ചെവി കേൾക്കേണ്ടത് ദൈവത്തിന്റെ ഹിതമാ, ഊമൻ സംസാരിക്കേണ്ടത് ദൈവത്തിന്റെ ഹിതമാ, മരിച്ചവർ ഉയർക്കേണ്ട ദൈവത്തിന്റെ ഹിതമാ, അത്ഭുതങ്ങൾ സംഭവിക്കേണ്ട ദൈവത്തിന്റെ ഹിതമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഒരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, യേശു എന്തിനല്ല ഈ ഭൂമിയിൽ വന്നത്? അതാണ് പല വിശ്വാസികൾക്കും വിശുദ്ധന്മാർക്കും പലർക്കും അറിയാവുന്നവരുണ്ട്. സ്തോത്രം. പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യേശു ക്രിസ്തു എന്തിനല്ല ഈ ഭൂമിയിൽ വന്നത്. കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം, കേട്ടാൽ മാത്രം പോരാ, വെളിപ്പാടാക്കിക്കോണം, അകത്ത് കേട്ടണം. എന്തിനല്ല കർത്താവ് ഈ ഭൂമി വന്നത്? സ്തോത്രം. വായിച്ചോ, യോഹന്നാൻ 5:45. ഞാൻ പിതാവിന്റെ മുൻപിൽ നിങ്ങളെ കുറ്റം ചുമത്തുമെന്ന് നിങ്ങൾക്ക് തോന്നരുത്.
നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട്. നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ. എനിക്ക് ആ വചനങ്ങൾ നൽകിയാൽ നന്നായിരിക്കും. യോഹന്നാൻ 5:45 പറയുന്നു, പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് തോന്നരുത്. ഞാൻ വന്നത് നിങ്ങളെ കുറ്റം ചുമത്താനല്ല. ഒന്ന് എഴുതി വെച്ചോ. ലൈവിൽ എന്നെ കാണുന്നവരൊന്ന് എഴുതി വെച്ചോ. ഒരു പേനയും പേപ്പറും എടുത്തോ, അല്ലെ ലൈവ് ചാറ്റിൽ എഴുതി വെച്ചോ, പുസ്തകത്തിൽ എഴുതി വെച്ചോ, അല്ലെ ഹൃദയത്തിൽ എഴുതി വെച്ചോ. യേശു എന്തിനാ വന്നേന്നുള്ളതാ പ്രസംഗം മുഴുവൻ. എന്തിനല്ല വന്നേന്നൊന്ന് 5 മിനിറ്റ് കൊണ്ട് പറയാം. എന്തിനല്ല വന്നത്? ഒന്ന്, ഞാൻ വന്നത് നിങ്ങളെ കുറ്റം ചുമത്താനുമല്ല, കുറ്റപത്രം സമർപ്പിക്കാനുമല്ല. സ്തോത്രം. കുറ്റം ചുമത്തുന്നവനുണ്ട്, നിങ്ങൾക്കെതിരെ കുറ്റപത്രം വെച്ചിരിക്കുന്നവൻ. അത് മതമാണ്. മോശ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയല്ല. സ്തോത്രം. അതൊരു പ്രമാണമാണ്, അതൊരു മതമാണ്. ആ മതമാണ് അല്ലെങ്കിൽ ആ പ്രമാണമാണ് നിങ്ങളെ കുറ്റം ചുമത്തുന്നത്, നിങ്ങളെ കുറ്റക്കാരാക്കുന്നത്. പക്ഷെ ഞാൻ വന്നത്, യേശു വന്നത് നിങ്ങളെ കുറ്റം ചുമത്താനുമല്ല, കുറ്റപത്രം സമർപ്പിക്കാനുമല്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, ലോകം മുഴുവൻ നിന്നെ കുറ്റം പറയുമ്പോഴും, നിന്നെ വിമർശിക്കുമ്പോഴും, നിനക്കെതിരെ കുറ്റപത്രം ചുമത്തുമ്പോഴും, നിന്നെ കുറ്റം പറയാത്ത, നീതീകരിക്കുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവനല്ല. കർത്താവ് ഈ ഭൂമിയിൽ വന്നത് CBI ആയിട്ടല്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് CID ആയിട്ടുമല്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പിതാവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന പുത്രനായിട്ടാണ്. അവൻ കുറ്റം ചുമത്താനല്ല വന്നത്, കുറ്റപത്രം സമർപ്പിക്കാനുമല്ല വന്നത്. കർത്താവ് ചോദിക്കുന്നു, ഞാൻ കുറ്റം ചുമത്താനാണ് വന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. സ്തോത്രം. 2, ഈ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ വാസേ? FIR എടുത്ത് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ ബ്രദറെ? അറിയാവുന്നവർ പറഞ്ഞേ, വിധി അല്ലയോ? വായിച്ചോ യോഹന്നാൻ 3:17. യോഹന്നാൻ 3:17. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടാനത്രേ. ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് വിധിപ്പാനുമല്ല. കർത്താവ് ആദ്യം പറഞ്ഞു, കുറ്റപത്രം ചുമത്താനല്ല ഞാൻ വന്നത്, കുറ്റം കണ്ടുപിടിക്കാനല്ല വന്നത്, കുറ്റം പറയാനുമല്ല ഞാൻ വന്നത്. അങ്ങനെ കുറ്റപത്രം ചുമത്തിയാൽ, കുറ്റം കണ്ടുപിടിച്ചാൽ പിന്നെ നടപ്പിലാകുന്നത് വിധിയാണ്. അപ്പൊ ദാ യോഹന്നാൻ 3:17 പറയുന്നു, ഞാൻ വിധിക്കാനും അല്ല വന്നേ. സ്തോത്രം. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടാനത്രേ. യേശു ഈ ഭൂമിയിൽ വന്നത് നിങ്ങളെ ശിക്ഷിക്കാനല്ല, കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നിങ്ങളെ രക്ഷിക്കാനാ. ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത് രക്ഷിക്കുന്ന യേശുവിനെയാ, രക്ഷകനായ യേശുവിനെയാ, വീണ്ടെടുക്കുന്ന കർത്താവിനെയാ, വിടുവിക്കുന്ന കർത്താവിനെയാ, നിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന കർത്താവിനെയാ. എന്നാൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാത്ത ഏവനും ന്യായവിധി വന്നു കഴിഞ്ഞു. പക്ഷെ വിശ്വസിക്കുന്നവരെ കുറ്റം പറയാനും വിശ്വസിക്കുന്നവരെ വിധിക്കാനുമല്ല കർത്താവ് വന്നത്. എന്നാൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാതെ ലോകപരമായി ജീവിക്കുന്നവർക്ക് ന്യായവിധി വന്നു കഴിഞ്ഞു എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. അപ്പോ ഒന്ന്, യേശു ഈ ഭൂമി വന്നത് എന്തിനല്ല? കുറ്റം ചുമത്താനല്ല, കുറ്റപത്രം സമർപ്പിക്കാനല്ല. കുറ്റപത്രം സമർപ്പിച്ചാൽ കുറ്റം ചുമത്തിയ പിന്നെ വിധിയാ. അപ്പൊ യോഹന്നാൻ 3:17 പറയുന്നു, ഞാൻ ഈ ഭൂമി വന്നത് നിങ്ങളെ വിധിക്കാനുമല്ല. അതാണ് നമ്മൾ യോഹന്നാൻ 8 കാണുന്നത്. ഞാനിവിടെ സവിസ്തരം പ്രസംഗിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. പാപിനിയായ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വരുന്നു. കർത്താവ് ഇരുന്നെടുത്ത് അവളെ കൊണ്ടുവരുന്നു. അവൾ നടുവിൽ നിൽക്കുന്നു, പരീശന്മാർ ചുറ്റും നിൽക്കുന്നു. മോശെ ന്യായപ്രമാണം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറയുന്നു. നീ എന്തു പറയുന്നു എന്ന് ചോദിക്കുന്നു. അവിടെ കർത്താവ് വിധിക്കുന്നവനായിട്ടല്ല, ആ ചെയറിലിരിക്കുന്നത് രക്ഷിക്കുന്നവനായിട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ സഹോദരി കർത്താവിന്റെ മുഖത്ത് നോക്കി വിളിച്ചത്, ഇല്ല കർത്താവേ, നിനക്ക് ശിക്ഷ വിധിക്കാൻ വന്നവരെവിടെ? ആരും നിന്നെ കല്ലെടുത്ത് എറിഞ്ഞില്ലയോ എന്ന് യേശു ചോദിച്ചു അവളോട്. എല്ലാവരും പൊക്കളഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, ഇല്ല കർത്താവേ എന്ന്. യേശുവിനെ എന്തോ അവള് വിളിച്ച? ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. എന്തോ പക്ഷെ വിളിച്ചേ കർത്താവേ എന്ന്. ലോർഡ്, യു ആർ മൈ ലോർഡ്. ഇന്ന് വരെ അവൾ ഒറ്റ മനുഷ്യന്റെ മുഖത്ത് നോക്കി ലോർഡെന്ന് വിളിച്ചിട്ടില്ല, കർത്താവേ എന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ യേശുവിനെ മനസ്സിലാക്കിയവൾ, അവൻ രക്ഷകനാണെന്നും അവൻ വിമോചകനാണെന്നും മനസ്സിലാക്കിയവൾ യേശുവിനെ വിളിച്ചു കർത്താവേ എന്ന്.
ഇന്ന് പകൽ യേശു നിന്റെ കർത്താവായി തീരുന്നത് ഏതെങ്കിലും ഒരു മതത്തിലോ സഭയിലോ ചേർന്നതുകൊണ്ടല്ല, നിന്റെ പാപത്തെ വിമോചിപ്പിച്ച് നിന്നെ രക്ഷിച്ച് വീണ്ടെടുത്ത് നിനക്ക് നിത്യജീവൻ നൽകിയത് കൊണ്ടാണ്. ഈസ് എ ഗോഡ്. അവൻ ദൈവമായതുകൊണ്ട്. ഇനി ഈ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ് വിധി വന്നു കഴിഞ്ഞാൽ പിന്നെന്തുവാ ചെയ്യുന്നേ? ശിക്ഷ നടപ്പാക്കുമല്ലയോ? വായിച്ചോ ലൂക്കോസ് 9:56. ലൂക്കോസ് 9:56. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണനെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത്. സ്തോത്രം. ഇത് കർത്താവ് പറയാനൊരു റീസൺ ഉണ്ട്. ഇജിപ്പാസ് ഒന്ന് വായിക്കാക്കി സന്തോഷമായിരിക്കും. 52 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. 9. അവർ പോയി അവനായി വട്ടം കൂടേണ്ടതിന് ശമര്യയുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തുനിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞ് അവരെ ശ്വാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ല. 54-ാമത്തെ വാക്യം ഒന്നൊന്ന് ശ്രദ്ധിച്ചോണേ. 54. അത് കേട്ടിട്ട് ശിഷ്യന്മാരായ യാക്കോബ് യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തുനിന്ന് തീ ഇറങ്ങി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ? പറയേണ്ടടുത്ത് പലതും പറഞ്ഞില്ല. ഏതാ? കാറ്റും കടലും ഇളകി വന്ന സമയത്ത് ശാസിക്കണ്ടായിരുന്നു. അപ്പോൾ പേടിച്ച് അവിടെ കിടന്ന് നിലവിളിച്ചു. ഈ ആവശ്യമില്ലാത്ത കാര്യം പറയാൻ ഭയങ്കര ആവേശമാണ്. പറയേണ്ടടുത്ത് പലതും പറയത്തുമില്ല. അങ്ങനെ ആകരുത് പ്രിയപ്പെട്ടവരെ. യേശു കർത്താവ് അവിടെ കൂടെ കടന്നു പോകുമ്പോൾ ഈ ശമര്യരെന്ന് പറയുന്നത് അന്ന് ആ സമയത്ത് ഇവരുമായിട്ട് സമ്പർക്കമില്ല. യഹൂദന്മാർ തമ്മിൽ വഴക്കാം. അപ്പൊ ഇഷ്ടമല്ലാത്ത ആളുകളെ കണ്ടപ്പോൾ, ഇഷ്ടമല്ലാത്ത സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരുന്നപ്പം പ്രാർത്ഥിക്കുന്നവൻ, വിളിക്കപ്പെട്ടവൻ ദൈവപുത്രനോട് പറയുകയാണ്, നമുക്കേ പ്രാർത്ഥിച്ച് ഇവനെ അങ്ങ് ഒതുക്കാം. കർത്താവ് പറയുന്നു, യേശു തിരിഞ്ഞ് അവരെ ശാസിച്ചു. പ്രൈസ് ഗോഡ്. കാരണം കർത്താവിന് മനസ്സിലായി അത് നല്ല ആത്മാവല്ലെന്ന്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അതിനായിട്ട് സ്തോത്രം. അവരവനെ തിരിഞ്ഞ് ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ? നിങ്ങളെ ആരാ നയിക്കുന്നതെന്നാ കർത്താവ് ചോദിച്ചു. നിങ്ങളെ ഏത് സ്പിരിറ്റാ നയിക്കുന്നത്? ഒരുത്തൻ തകരാൻ, അവനെ തകർക്കാൻ, അവന് നന്മയുണ്ടാകാതിരിക്കാൻ, അവനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്ന ആത്മാവ് ഏത് ആത്മാവാ? ഒരാൾ ശുശ്രൂഷയിൽ ഉയർന്നു വന്നാൽ അവന് വിരോധമായി അവനെതിരെ നിൽക്കാൻ ആരോ ആകട്ടെ, പ്രിയപ്പെട്ടവരെ, ആരോ ആകട്ടെ. സ്തോത്രം. യേശു അവരെ ശാസിച്ചു. എന്നിട്ട് 56-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശു പറയുന്നത്, ഞാൻ വന്നതേ, ഇങ്ങോട്ട് നോക്കിയേ, അമ്മാമ്മേ, സഹോദര, ബ്രദറെ, സിസ്റ്ററെ, പാസ്റ്ററെ, എന്നെ നോക്കി. യേശു പറയാം, ഞാൻ വന്നതേ നിങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടും മറ്റവനെ നശിപ്പിക്കുന്നു പറയുന്ന പ്രഖ്യാപനം കേട്ടും അത് നടത്താനല്ല ഞാൻ വന്നേ. മനുഷ്യപുത്രൻ വന്നത് മനുഷ്യന്റെ പ്രാണനെ നശിപ്പിക്കാനല്ല, രക്ഷിക്കാനത്രേ. രക്ഷിക്കാനത്രേ. ഇന്ന് പകൽ ആ കർത്താവിനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ, അയലോക്കക്കാരനെതിരെ പ്രാർത്ഥിക്കുക, നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവനെതിരെ പ്രാർത്ഥിക്കുക, അവനെ തകർക്കാൻ പ്രാർത്ഥിക്കുക. നെവർ ഡു. ചെയ്യുകയേ ചെയ്യല്ലേ. കാരണം മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ വന്നത് മനുഷ്യന്റെ പ്രാണനെ നശിപ്പിക്കാനല്ല, രക്ഷിക്കാനത്രേ. ഇപ്പൊ യേശു എന്തിനല്ല വന്നത്? 1, കുറ്റം ചുമത്താനല്ല വന്നത്. 2, വിധിപ്പാനല്ല വന്നത്. 3, വിധി നടപ്പാക്കാനും ശിക്ഷിക്കാനും പ്രാണനെ നശിപ്പിക്കാനും അല്ല വന്നത്. അങ്ങനെയാണെങ്കിൽ ആ വെളിപ്പാടിൽ ജീവിക്കണം പ്രിയപ്പെട്ടവരെ. എനിക്കെതിരെ ആരോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, എന്നെ ആരൊക്കെയോ തകർക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനെയൊക്കെ കർത്താവ് കൈകാര്യം ചെയ്തോളും. നിങ്ങൾ അതിനെ ഭയക്കരുത്. നിങ്ങൾ ആ വെളിപ്പാടിൽ നിൽക്കണം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആ ദൈവികമായ റെവലേഷനിൽ, ക്രിസ്തുവിൽ നിങ്ങൾ ആര് എന്നുള്ള വെളിപ്പാടിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതയാത്ര അനുഗ്രഹമാകും, രൂപാന്തരങ്ങൾ സംഭവിക്കും. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കർത്താവിനോടൊന്ന് പറഞ്ഞേ, എന്നെ കുറ്റം ചുമത്താത്ത കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ വിധിപ്പാനല്ല വന്നതെന്ന്, ജഡ്ജ് ചെയ്യാനല്ല വന്നത്. കാരണം ജഡ്ജി ആരാ? ജഡ്ജിയായി പറയുന്നേ. പിതാവ് ന്യായവിധി നടത്താതെ ന്യായവിധിയല്ല ആരെ ഏൽപ്പിച്ചിരിക്കുന്നേ? പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നേ. ഇതെല്ലാം ദൈവമാ ചെയ്യേണ്ടേ. ഞാൻ എന്തോ ചെയ്യേണ്ടേ? യേശുവിൽ വിശ്വസിക്കുക,
അവനിൽ ആശ്രയിക്കുക, ദൈവപുത്രനായ ക്രിസ്തുവിലുള്ള വെളിപ്പാടിൽ ജീവിക്കുക. പൗലോസ് പറഞ്ഞതുപോലെ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാൻ പ്രാപ്തനായിക്കൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ നിറവോളവും നിറഞ്ഞു വരിക. വാ കൊണ്ട് പറഞ്ഞേ, ഒരു നിറവെന്നിൽ ഉണ്ടാകട്ടെ എന്ന്. ശബ്ദമുയർത്തി പറഞ്ഞു, ഒരു നിറവ്. ഓ താങ്ക് യു ജീസസ്. ഈ സമയത്ത് ഒരു വലിയ നിറവിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാവിൽ അയക്കട്ടെ. ഒരു നിറവിൻ്റെ അഭിഷേകം, വെളിപ്പാടിൻ്റെ അനോയിന്റിങ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. വെളിപ്പാടുള്ള പത്രോസിനെ വളരെ ഡിഫറൻ്റ് ആക്കി ദൈവം നിർത്തിയതുപോലെ, വെളിപ്പാടുള്ള പത്രോസിനെ ദൈവം ഒന്നാമനാക്കി മാറ്റിയതുപോലെ, ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. അപ്പാ, കുറെ ഇൻഫർമേഷനുകളിൽ നിൽക്കാനല്ല, മനുഷ്യൻ എൻ്റെ തലയിൽ തന്ന, ചിന്തയിൽ തന്ന കുറെ അറിവുകളിലും അറിവുകേടിലും നിൽക്കാനല്ല, ആരോ എവിടെ പറഞ്ഞു കേട്ട ചില കഥകളിൽ വിശ്വസിക്കാനല്ല, കർത്താവിലുള്ള വെളിപ്പാടിൽ ജീവിക്കുവാൻ, ആ വെളിപ്പാടിൽ നിന്ന് പ്രവർത്തിപ്പാൻ കൃപ തരണേ. ഒരു രോഗി എൻ്റെ മുമ്പിൽ വരുമ്പോൾ ക്രിസ്തുവിൽ ഞാൻ ആരെന്നുള്ള വെളിപ്പാടിൽ നിന്നുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ ഇടിവിൽ നിൽക്കുമ്പോൾ ക്രിസ്തുവിൽ ഞാൻ ആരെന്നുള്ള ബോധ്യത്തിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ എനിക്ക് കൃപ തരണമേ. യേശു ക്രിസ്തു എന്നിൽ വന്നപ്പോൾ എനിക്ക് എന്താണ് ലഭിച്ചതെന്നും എന്നിൽ എന്താണ് സംഭവിച്ചതെന്നും ക്രിസ്തു എനിക്ക് ആരെന്നും ക്രിസ്തുവിൽ ഞാൻ ആരെന്നും ഉള്ള വെളിപ്പാട് എനിക്ക് തരണമേ. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിലും ഞാൻ നനയ്ക്കുന്നതിലും അത്യന്തപരമായി എന്നിൽ സംഭവിക്കും. ഒരു നോർമൽ നാച്ചുറൽ ഇലത്തിൽ നിന്നും അപ്പാ എന്നെ ഒരു സൂപ്പർ നാച്ചുറൽ ഇലത്തിലേക്ക് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണമേ. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. ഒരു നാച്ചുറൽ ഇലത്തിൽ നിന്നും ഒരു സൂപ്പർ നാച്ചുറൽ ഇലത്തിലേക്ക് കർത്താവ് എന്നെ ഷിഫ്റ്റ് ചെയ്യണമേ. ആദരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചേ. എൻ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. എൻ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. ഓ യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. ഇന്നും ജീവിക്കുന്നു യേശുവേ. ഹല്ലേലൂയ. യേശു വന്നിട്ടുണ്ട് അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു അവൻ വന്നത് വിധിപ്പാനല്ല, അവൻ വന്നത് ശിക്ഷ നടപ്പാക്കാനല്ല, അവൻ വന്നത് പ്രാണനെ നശിപ്പിപ്പാനല്ല, അവൻ വന്നത് നിന്നെ രക്ഷിപ്പാൻ, അവൻ വന്നത് സൗഖ്യമാക്കുവാൻ, യേശു വന്നത് നിത്യജീവൻ തരുവാൻ. ഹല്ലേലൂയ. ആത്മാവിലേക്ക് വെളിപ്പാട് കയറട്ടെ, ഉള്ളത്തിലേക്ക് വെളിപ്പാട് കയറട്ടെ. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകാം. I am sending you. കർത്താവ് ഇന്ന് പകൽ ആരെയൊക്കെയോ സെൻഡ് ചെയ്യുകയാണ്. ദൈവം ഇന്ന് പകൽ ആരെയൊക്കെയോ പ്രാർത്ഥിച്ചയക്കുകയാണ്. തന്റെ പദ്ധതികൾക്ക് വേണ്ടി ദൈവ സാന്നിധ്യം തുടരട്ടെ. ഹല്ലേലൂയ.
അവൻ വന്നത് നിന്നെ നശിപ്പിക്കാനല്ലെങ്കിൽ, അവൻ വന്നത് നിന്നെ വീണ്ടെടുക്കാനാണെങ്കിൽ, ആ വീണ്ടെടുപ്പ് നീ അനുഭവിക്കണം. യേശു ആഗ്രഹിക്കുന്ന ആ വീണ്ടെടുപ്പ് നീ അനുഭവിക്കണം. രക്ഷ നീ സ്വായത്തമാക്കണം. ആത്മീയ ജീവിതം പുതുക്കപ്പെടണം. പാരമ്പര്യത്തിന്റെ പടുകൂറ്റൻ ബന്ധനത്തിൽ നിന്ന് നീ പുറത്തു വരണം. ഇതിനകത്ത് കേൾക്കാനുണ്ട് സഹോദര, ഇതിനകത്ത് കാണാനുണ്ട് സഹോദരി, ഇതിനകത്ത് തൊട്ടറിയാനുണ്ട് സഹോദര, ഇതിനകത്ത് അനുഭവിച്ചറിയാനുണ്ട് ബ്രദറെ. ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഓ ഹല്ലേലൂയ. Thank you Lord for this blessed Sunday. I thank you for your presence. കർത്താവേ, ഒരു കൂട്ടം ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ, അറിവുകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു തലമുറയിൽ നിന്നും ഇപ്പോഴും അറിവ് ചീർപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയിൽ നിന്നും പ്രാർത്ഥനയിൽ, ആത്മാവിൽ, ഉപവാസത്തിൽ, കർത്താവിനോടുള്ള ബന്ധത്തിൽ, സ്നേഹത്തിൽ, ക്രിസ്തുവിലുള്ള വെളിപ്പാടിൽ ജീവിക്കുന്ന ഒരു തലമുറ അതിശക്തമായി എഴുന്നേറ്റ് വരട്ടെ. താങ്ക് യു ജീസസ്. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വര നീ കാണുന്ന കാഴ്ചയും നിനക്ക് ലഭിച്ച അറിവുമാണ്. പക്ഷേ നിന്റെ വാക്കുകളിലൂടെ എഴുന്നേറ്റ് വരുന്ന സൈന്യം നിന്റെ ബുദ്ധിയിൽ നിന്ന് വരുന്ന സൈന്യമല്ല, നിന്റെ ആത്മാവിന്റെ വാക്കുകളിലൂടെ, പ്രഖ്യാപനങ്ങളിലൂടെ എഴുന്നേൽക്കപ്പെടുന്ന സൈന്യമാണ്. ആരോടൊക്കെയോ കർത്താവ് ഇന്ന് പകൽ അറിയിക്കുകയാണ്, ഒരു സൈന്യം മാർച്ച് ചെയ്യുന്നു, ഒരു സൈന്യം എഴുന്നേറ്റ് വരുന്നു, ഒരു ബറ്റാലിയൻ എഴുന്നേറ്റ് വരുന്നു. ബുദ്ധി കൊണ്ട് ചിന്തിച്ചും, ബുദ്ധി കൊണ്ട് പ്രസംഗിച്ചും, ബുദ്ധിയുടെ കളികൾ നടത്തി വെളിപ്പാടുള്ളവനെ കൊന്നും പോയ ഒരു തലമുറയിൽ നിന്ന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിലകളിൽ, പിടിച്ചാൽ കിട്ടാത്ത നിലകളിൽ വെളിപ്പാടിൽ ജീവിക്കുന്ന ജീസസ്, ആത്മാവിൽ സഞ്ചരിക്കുന്ന ചില ഫിലിപ്പോസുമാർ, ആത്മാവിൽ സഞ്ചരിക്കുന്ന ചില ഫിലിപ്പോസുമാർ, കർത്താവെ നീ എഴുന്നേൽപ്പിക്കുന്നതിന് നന്ദി. സ്വർഗീയ പിതാവേ, നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കിയതിന് നന്ദി, വിടുതലയച്ചതിന് നന്ദി, അത്ഭുതം ചെയ്തതിന് നന്ദി, ശക്തമേറിയ ഹീലിംഗ് കർത്താവ് അവിടുന്ന് പകർന്നതിന് നന്ദി. അവരുടെ ശരീരത്തിൽ അത് അനുഭവിക്കട്ടെ, ജീവിതത്തിൽ അത് അനുഭവിക്കട്ടെ, സ്വർഗം അവരെ മാനിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആ കൈകളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞേ, ആ കൈകളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. തന്നെ സഹായിപ്പാൻ മഹിമയോടെ മേഘാരോടനായി വരുന്ന കർത്താവിന് ആ കൈകളെ തട്ടി നന്ദി പറയാം. യേശുവിൻ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. May God bless you. I bless you. In Jesus' almighty name. Amen. വേറൊരു ദൈവമില്ല, യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവരൊന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവരൊന്നും മാറാത്തവൻ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ.
യേശു ആൽഫ ഒമേഗ അവനാദ്യം അന്ത്യം യേശു ആൽഫ ഒമേഗ അവനാദ്യം Come on.